ദൈവം ഉണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ, അതാണ് ഇപ്പോൾ ആവശ്യം. കറക്റ്റ് ഉത്തരം പറയണം. ഉണ്ടോ? അപ്പം അങ്ങനെയാണെങ്കിൽ ശ്രീയുടെ ആശ്രമം ഏതാണ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആശ്രമത്തിൽ ശ്രീ പറയുന്നത് പോലെ എല്ലാവരും പോസിറ്റീവായിട്ടും അടുക്കും ചിട്ടയോടും കൂടെ ആണോ ജീവിക്കുന്നത്? എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണോ? എന്താണ് ആശ്രമത്തിലെ പ്രവർത്തനങ്ങൾ? അപ്പം എല്ലാവർക്കും ഈ പറയുന്ന രീതിയിലേക്കൊക്കെ വളർന്നെത്താൻ എല്ലാവർക്കും കഴിയുന്നുണ്ടോ? ആ ഒരു സന്തോഷം, പോസിറ്റിവിറ്റി അതൊക്കെ ഉണ്ടോ ആശ്രമത്തിൽ? അപ്പം എന്താണ്, ഏത് രീതിയിലാണ്? പക്ഷേ ശ്രീ ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ കുറച്ച് തള്ളില്ലേന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്താ അറിയോ, കുറച്ച് ദിവസം മുമ്പ് അഹങ്കാരത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞ് കുറച്ച് പഴയ ആൾക്കാരെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീ ഒരു ഓഡിയോ ക്ലിപ്പ് ഇടുന്നത് ഫൗണ്ടർ ഗുരു വിഭാവനം ചെയ്ത പോലെ തന്നെയാണോ ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ഗുരു, നമ്മുടെ ആദ്യത്തെ നമ്മുടെ ഗുരുവിൻ്റെ ആ ഒരു സ്നേഹം ഇപ്പം നമുക്ക് ആ സ്നേഹം അതുപോലെ കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഗുരു തന്നെ ഇപ്പൊ രണ്ടാം സ്ഥാനത്ത് ആര് വരും, അല്ലെങ്കിൽ രണ്ടാമത്തെ ഗുരുവായിട്ട് ആര് വരും എന്ന് ഗുരു നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഈ കുഴപ്പങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നല്ലോ. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു ഗുരുവാണ് കേട്ടിട്ടുണ്ട്, അതായത് ഒരു മഠാധിപതി എങ്ങനെയായിരിക്കണം, ഇപ്പോൾ ഗുരുവിൻ്റെ കാലശേഷം ഒരു മഠാധിപതിയുടെ സ്ഥാനത്ത് അത് എങ്ങനെ വരണം, 2-3 പേരൊക്കെ വന്ന് അല്ലെങ്കിൽ അത് മാറി മാറി വരണം, അങ്ങനെയൊക്കെ ഗുരു തന്നെ പറയുന്ന ഒരു ഗുരുവാണി നമ്മൾ കേട്ടിട്ടുണ്ട്. സദ്ഗുരുവേ ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഞാനൊരു ചോദ്യം ശ്രീയോട് ചോദിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ ചോദിക്കാൻ പോവാണ്, ദൈവം ഉണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ, അതാണ് ഇപ്പോൾ ആവശ്യം. കറക്റ്റ് ഉത്തരം പറയണം. ഉണ്ടോ ഇല്ലയോ? ദൈവം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ആശ ഉദ്ദേശിക്കുന്നത് ദൈവം, ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ ഒരു മഹാശക്തി, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു സോഴ്സ് ഉണ്ടല്ലോ, എല്ലാവരും പ്രാർത്ഥിക്കുന്ന, നമ്മളെല്ലാം ആശ്രയിക്കുന്ന, വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തി സോഴ്സ്. യെസ്. അപ്പം ഐ ഡോണ്ട് നോ. അയ്യോ, അങ്ങനെ എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ അത് പറ്റത്തില്ല. കാരണം ഇത്രയും ദൈവത്തിനെ കുറിച്ച് എപ്പോഴും പറയുകയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ആളാണല്ലോ ദൈവം. ഇല്ല, ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ അതൊരു ഡിവൈസ് ആയിരുന്നു. അതായത് ഞാനിപ്പോ ഐ നോ, എനിക്കറിയാമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിൽ നിന്നുള്ള ഒരു വാക്കാണ്, അല്ലെങ്കിൽ മനസ്സിൽ നിന്നുള്ള ഒരു സംസാരമാണ്. അപ്പൊ ഐ ഡോണ്ട് നോ എന്ന് ഞാൻ പറഞ്ഞപ്പോ there is an awareness, ഒരു അവയർനെസ് അവിടെ ഉണ്ട്. അതായത് എനിക്കറിയില്ല എന്നുള്ള ഒരു ജ്ഞാനം, അതിപ്പോ ഞാൻ എല്ലാ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകത്തക്ക രീതിയിൽ ആണിത് പറയുന്നത്. അതായത് ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞപ്പോ നമുക്ക് നമ്മുടെ ഉള്ളിലൊരു അവയർനെസ് ഇത് അറിയുന്നു. ഈ അവയർനെസ്സിലേക്ക് നമ്മൾ കൂടുതൽ ഉണർന്ന് വികസിച്ച് വരുന്നതിനനുസരിച്ച് ഒരാളുടെ സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് ആയിട്ടുള്ള തലങ്ങളിലെല്ലാം പ്രകാശം വീശുകയും അയാളുടെ അനുഭവ തലങ്ങൾ, അയാളുടെ മനസ്സിന്റെ ചിന്തകൾ, സ്വഭാവങ്ങൾ, അയാളുടെ ഭാവനകൾ, ഇതിനെല്ലാം മാറ്റം വന്നുകൊണ്ട് അയാൾ ഒരു പുതിയ തിരിച്ചറിവിലേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ നമ്മുടെ മുന്നിൽ വെക്കുന്ന ഒരു പാത്ത്. പക്ഷെ ഇവിടെ ഇനിയിപ്പോ നമ്മൾ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, ഇപ്പോ നമ്മുടെ ഈ ഇത്രയും തർക്കങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് മനുഷ്യർ ഓരോരുത്തരും ഓരോ പെർസെപ്ഷൻ ഉടമയാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരുപോലെ കാണപ്പെടുമ്പോഴും മാനസിക തലം ഓരോ രീതിയിലാണ്. ഓരോ വ്യക്തികളെ സംബന്ധിച്ച് അയാളുടെ സങ്കല്പങ്ങളും അയാളുടെ ചിന്തകളും അയാളുടെ ഭാവനകളും ഓരോ തരത്തിലാണ്. എന്നിരുന്നാൽ പോലും ജനറലായിട്ട് നമുക്കൊരു 2 തരം പെർസെപ്ഷൻ, അതായത് നമ്മുടെ ലോജിക്കലായ റാഷണലായിട്ടുള്ള ഒരു പെർസെപ്ഷനും നമ്മുടെ ഇമോഷണലായിട്ടുള്ള, എന്താ പറയുന്നത്, നമ്മുടെ ഹാർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിക്കലായിട്ടുള്ള ഒരു പെർസെപ്ഷനും. ഇത് 2 തരം പെർസെപ്ഷനാണ്. അപ്പം 2 തരം മൈൻഡാണ്. അപ്പൊ 2 തരം മൈൻഡ് കൊണ്ട് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് 2 രീതിയിലാണ് ഇതിനെക്കുറിച്ചെല്ലാം കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ 2 തരം തർക്കങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഞാനാണ് ശരി, അല്ലെങ്കിൽ ഇപ്പൊ ലോജിക്കാണ് ശരി, റാഷണൽ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് ശരി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഹാർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള നിഗമനങ്ങളാണ് ശരി എന്നൊക്കെയുള്ള തർക്കങ്ങളാണ് പൊതുവെ നടക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ലോജിക്കാണോ ശരി, ആത്യന്തികമായി ശരി, ലോജിക്കലായ റാഷണൽ മൈൻഡാണോ ശരിയെന്ന് ചോദിച്ചാൽ അവിടെ അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് കമ്പ്യൂട്ടറിൽ പോലും നോക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് അതിനോടൊരു ചോദ്യം ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിന്റെ നിഗമനങ്ങളെല്ലാം ആ പ്രോഗ്രാമിന് അനുസരിച്ചായിരിക്കും. പ്രോഗ്രാമിന് വിരുദ്ധമായ ഒരു കാര്യം ചോദിച്ചാൽ അതിന് അറിയില്ലായിരിക്കും. അപ്പൊ ദാറ്റ് മീൻസ് നേരത്തെ തന്നെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അറിവാണ് ലോജിക് അല്ലെങ്കിൽ റാഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരാളുടെ ആകെത്തുകയായിട്ടുള്ള അറിവും
അയാളുടെ ചിന്താധാരകളും അയാളുടെ മനസ്സ് വികസിച്ചതും കണ്ടതും ആയിട്ടുള്ള ഒരു തലത്തിനനുസരിച്ചാണ് ഒരാളുടെ ലോജിക്കും ഒരാളുടെ റാഷണാലിറ്റിയും ഒക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അപ്പൊ ഈ രണ്ട് രീതിയിലുള്ള പെർസെപ്ഷൻ എങ്ങനെ ഉണ്ടായെന്ന് നോക്കുമ്പോൾ നമ്മളിപ്പം വളരെ ഡള്ളായിട്ടുള്ള ഇപ്പൊ ലോജിക്കലായിട്ട് പറയുമ്പോൾ എന്നോട് ക്ഷമിക്കണം, ഇപ്പൊ ദൈവികമായിട്ടുള്ള ഒരു വശത്തിനെ ഒരു ലോജിക്കിന്റെ വശത്തു നിന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കാര്യം അത് എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ ഒരു തർക്കങ്ങളും ഈ കൺഫ്യൂഷനും ഒന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് ലോജിക്കിന്റെ റാഷണൽ ആയിട്ടുള്ള ഒരു പാത്തിൽ ഒരു പക്ഷേ ഒരു എത്തീസ്റ്റ് ആയിട്ട് ചിന്തിക്കുന്നവരും അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ട് ചിന്തിക്കുന്നവരും എന്തുകൊണ്ട് ഇതിനെല്ലാം എതിർക്കുന്നു എന്നുള്ള ഒരു വശം നമുക്ക് ചിന്തിക്കാം. ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഗോഡ് എന്ന് പറയുന്ന ഒരു വിഷയത്തെ അല്ലെങ്കിൽ ലൈഫിന്റെ എല്ലാ വിഷയത്തെയും ഒരു പ്രോസസ്സായിട്ടാണ്. ലോജിക്കലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എവറിത്തിങ് ബിക്കംസ് എ പ്രോസസ്സാണ്. ഇപ്പോൾ ഈവൻ ഗോഡ് എന്ന് പറയുന്ന ഒരു കാര്യം എന്താണ്, ഗോഡ് എന്ന വാക്ക് തന്നെ നമ്മൾ നോക്കുമ്പോൾ ജനറേറ്റർ, ഓപ്പറേറ്റർ, ഡിസ്ട്രോയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഇതൊരു പ്രോസസ്സാണ്. ഇവിടെ വ്യക്തികളല്ല, ഇതൊരു പ്രോസസ്. ഈ പ്രോസസ്സിനെ ലോജിക്കലായിട്ട് പോലും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അതായത് ഈ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളിലും. നമ്മൾ കാണപ്പെടുന്ന നമ്മുടെ സൃഷ്ടി തലമായിട്ടുള്ള എല്ലാ മേഖലയിലും ഈ സൃഷ്ടി, സ്ഥിതി, സംഹാരം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ നമ്മൾ അതൊരു നാമമായിട്ട് കരുതുമ്പോൾ ലോജിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ്. നമ്മുടെ ബോഡി നമ്മുടെ ഒരു എക്യുപ്മെന്റ് മാത്രമാണ്. വി ആർ ഒരു തോട്ട് പ്രോസസ്സാണ്. അകത്തുള്ള ഒരു തോട്ട്, ചിത്തവൃത്തികൾ അത് ചെറുപ്പം മുതൽ ഉണ്ടായി ഒരു പ്രത്യേക തലം വരെ അത് അറിവുകളൊക്കെ സമ്പാദിച്ച് ഒരു പ്രത്യേക തരമാകുമ്പോൾ അത് ഡിസ്ട്രോയ് ആയി പോകുന്ന ഒരു പ്രോസസ്സാണ് ഹ്യൂമൻ ബീയിങ്. അങ്ങനെ ഒരു ചെടിയായാലും ഒരു ആനിമൽ ആയാലും ഒരു ഭൂമി ആയാലും ഒരു സണ്ണായാലും ഒരു പ്രോസസ്സാണ്. ഒരു പ്രത്യേക ഗേഷ്യസ് ഫോംസ് ആയി ഒരു സ്റ്റാറായി മാറുന്നു, അതൊരു എക്സ്പാൻഡ് ചെയ്യുന്നു, പിന്നെ അത് കോൺട്രാസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പല പല ടൈം ഗ്യാപ്പിൽ ഒരു പ്രോസസ്സ് നടക്കുകയാണ്. നാമമല്ല, ഒരു ക്രിയയാണ്. എവറിത്തിങ് ഈസ് എ പ്രോസസ്. അപ്പോൾ ലോജിക്കലായിട്ട് നോക്കുമ്പോൾ എല്ലാം പ്രോസസ്സുകൾ മാത്രമാണ്. ഉണ്ടായി നശിക്കുന്ന ഒരു പ്രോസസ്സ്, ഉണ്ടായി നശിക്കുന്ന പ്രോസസ്സ്, കണ്ടിന്യൂറ്റി ആയിട്ട് ഉണ്ടായി നശിക്കുക. അപ്പോൾ എവിടെ ഇരിക്കുന്നു ഗോഡ്? നാമം എവിടെ ഇരിക്കുന്നു? ഹ്യൂമൻ ബീയിങ്സ് പോലും നാമമല്ല, ഇറ്റ് ഈസ് എ പ്രോസസ് ഉള്ളൂ. എ ബയോളജിക്കൽ പ്രോസസ്, എ ബയോളജിക്കൽ കമ്പ്യൂട്ടർ. അപ്പം അതുകൊണ്ടാണ് അവര് ഇതിനെല്ലാം എതിർക്കുന്നത്. അതായത് ഈ പ്രോസസ്സിന്റെ ഇടയ്ക്ക് ദൈവം എന്ന് പറയുന്നൊരു സംഭവം ഇല്ല, കാണപ്പെടുന്നില്ല. അവിടെ എവിടെയും നമ്മുടെ ഈ ഒരു പ്രോഗ്രാം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല. അതുകൊണ്ട് അവരതിനെ എതിർക്കുന്നു. ഇനി ഇമോഷണൽ ആയിട്ടുള്ള മൈൻഡ് വെച്ച് ഹാർട്ട് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് മറ്റത് വളരെ ഡള്ളായിട്ടുള്ള ഒരു ഒരു മുരട്ട് ലൈഫായിരുന്നു, വളരെ റോട്ടൺ ലൈഫായിരുന്നു. കാര്യം ഒരുപാട് നമ്മൾ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം വളരെ അവരുടെ ലൈഫൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ ഉള്ള ഒരു ലൈഫാണ്. ലോജിക്കലായിട്ട് പോകുമ്പോൾ സൈക്കോളജിക്കൽ. അതേസമയം ഇപ്പൊ ഹാർട്ട് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പോകുമ്പോൾ പോയറ്റിക് ആയിട്ട് ആർട്ടിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുമ്പോൾ എല്ലാ നാമങ്ങളാണ്. ഇപ്പൊ നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു നാമം, അപ്പൊ നമ്മൾ ഗോഡിനെ ഒരു നാമമായിട്ട് കാണുന്നു. അപ്പൊ നമ്മൾ ഈ സൃഷ്ടി, സ്ഥിതി, സംഹാരം എല്ലാത്തിനും നാമങ്ങൾ കൊടുത്തു. പിന്നെ നമ്മളൊരു പൂവ്, ഒരു ചെടി, ഒരു എല്ലാത്തിനും ദേവി ദേവ സ്വഭാവങ്ങൾ. ഇപ്പം നമ്മുടെ വായു കളക്റ്റീവായിട്ടൊരു നാമം, സാഗരം ഒരു നാമം, ഭൂമിക്കൊരു നാമം, ചന്ദ്രനൊരു നാമം. ഇതൊക്കെ ഒരു ദേവ സ്വഭാവത്തിൽ അല്ലെങ്കിൽ അതിനെല്ലാം ഒരു കോൺഷ്യസ് ഉണ്ടാകുന്നതായിട്ട് ഒരു പൊയറ്റിക്കൽ എക്സ്പ്രഷനാണത്. അപ്പോൾ അതാണ് ഈ പുരാണങ്ങളെല്ലാം പറയുന്നത്. ഇപ്പൊ ഒരു പൊയറ്റിക്കൽ എക്സ്പ്രഷൻ ആയിട്ട് എല്ലാം. ഇപ്പൊ മരണം എടുത്തു കഴിഞ്ഞാൽ അതൊരു നാമം, അതിനൊരു നാമം കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പൊ എന്ത് കാര്യം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന എന്ത് കാര്യത്തിനും ദർ ഇസ് എ ഗോഡ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനകത്തൊരു നാമം. ഒരു മരം അവർ പൊയറ്റിക്കലായിട്ട് നോക്കുമ്പോൾ അതിനൊരു നാമം, അതിനകത്തൊരു എൻറ്റിറ്റി ചിലപ്പോൾ അവരെ സംബന്ധിച്ച് വിഷ്വലൈസ് ചെയ്യുന്നു. പോയിറ്റ്സ് ഒക്കെ ആ രീതിയിലാണ് കാണുന്നത്. അപ്പം അത് തെറ്റാണെന്ന്, അത് ലോജിക്കൽ വെറും ഹാലൂസിനേഷൻ ആണെന്ന് ലോജിക്കലായിട്ട് പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ബിക്കോസ് അവരും ഒരു ലോജിക്കലായിട്ടുള്ള ഒരു പ്രോഗ്രാം വെച്ചുകൊണ്ട് ലൈഫിനെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പെർസീവ് ചെയ്തിട്ട് ലൈഫിനെ അവർ ലോജിക്കലായിട്ട് നമ്മൾ ആ ബ്രെയിൻ വെച്ച് നിഗമനം ചെയ്യുന്നതാണ് ഇതെല്ലാം. നമ്മളും ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ആ പ്രോസസ്സിനാൽ നമുക്ക് കിട്ടിയ ഒരു ലോജിക്ക് വെച്ച് നിഗമനം ചെയ്യുന്നതാണ് അവരും. അപ്പോൾ അത് വെച്ചിട്ട് ഈ പൊയറ്റിക് എക്സ്പ്രഷൻസ് എല്ലാം തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതും മറ്റൊരു ബ്രെയിനിന്റെ എക്സ്പ്രഷൻസ് തന്നെയാണ്, മറ്റൊരു ബ്രെയിനിന്റെ കാഴ്ചപ്പാട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവരെല്ലാം
ഒരു വിശ്വാസവും ആർട്ടിസ്റ്റിക് ആയിട്ട് പോയറ്റിക് ആയിട്ട് ഹാപ്പി ആയിട്ട്. അപ്പൊ നമ്മൾ നോക്കി ഈ ആർട്ടിസ്റ്റിക് ആയിട്ട് ഹാർട്ട് ഓറിയന്റഡ് പീപ്പിൾ ആണ് മോർ ജോയ്ഫുൾ, ഹാപ്പി, അവരുടെ ലൈഫിന് ഒരു മീനിങ് ഉള്ള പോലെ. ഇപ്പം അവരാണ് ക്രിയേറ്റീവ് പീപ്പിൾ എല്ലാം. ഇപ്പൊ നമ്മൾ സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും എല്ലാം മറ്റവർ ഇന്നലെ ഇല്ല ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ എല്ലാ സയന്റിഫിക് ആയിട്ടായാലും ട്രൂ ആയിട്ടുള്ള സയന്റിഫിക് പീപ്പിൾ എല്ലാം ഹാർട്ട് ഓറിയന്റഡ്, ജെനുവിൻ. അതായത് സയൻസ് വായിച്ച കുറച്ച് ഇങ്ങനെ അല്പജ്ഞാനം വെച്ച് സംസാരിക്കുന്നവരാണ് ഈ ലോജിക്കലായിട്ട് പറയുന്നത്. അല്ലാതെ ട്രൂ സയന്റിസ്റ്റുമാരെല്ലാം ഹാർട്ട് ഓറിയന്റഡ് പീപ്പിൾ ആണ്, ക്രിയേറ്റീവ് പീപ്പിളാണ്. സ്കൂൾസും കോളേജസും എല്ലാ കണ്ടുപിടുത്തങ്ങളും എല്ലാ ഒരു എനർജി ഉണ്ടാക്കുന്ന ആൾക്കാരെല്ലാം ആർട്ടിസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ രണ്ട് തരം ഹാർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പെർസെപ്ഷനും വളരെ റാഷണൽ ആയിട്ടുള്ള ഒരു പെർസെപ്ഷനും, ഇങ്ങനെ രണ്ട് രീതിയിൽ. ഒന്ന് നാമരൂപത്തിൽ എല്ലാത്തിനും നാമം കൊടുക്കുന്നു, ഒന്ന് എല്ലാം ക്രിയയാക്കുന്നു. അപ്പോൾ ക്രിയയാക്കുമ്പോൾ അതിന്റെ ഡെഫിനിഷൻ അങ്ങനെ നാമമാക്കുമ്പോൾ. പക്ഷേ ഒരു ട്രൂ ആയിട്ടുള്ള ഒരു അബ്സല്യൂട്ട് സെൻസിൽ ആധ്യാത്മികമായി വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു അറിവിൽ ഇത് രണ്ടും ശരിയല്ല, അല്ലെങ്കിൽ പൂർണ്ണമല്ല. അവര് രണ്ടിനെയും നിഷേധിക്കുന്നില്ല, പക്ഷെ രണ്ടും പൂർണ്ണമല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ നമുക്ക് സൃഷ്ടി സ്ഥിതി സംഹാരം ഉണ്ടായി നശിക്കുന്ന ഈ പ്രോസസ് സംഭവിക്കുന്ന ഒരു സ്പേസിലാണ്, യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സ്പേസിലാണ്. എം ടി സ്പേസ് ആണ്. ആ സ്പേസിൽ ആണിതെല്ലാം സംഭവിക്കുന്നത്. പക്ഷേ ആ സ്പേസും അവിടെ തീരുന്നില്ല. ആ സ്പേസ് ചിതാകാശത്തിന്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ ഋഷിമുനിമാർ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്ത മനുഷ്യർ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലാം ഉണ്ടായി നശിക്കുന്നതായിട്ട് കാണുന്ന ജാഗ്രത സ്വപ്ന സുഷുപ്തികളും ഇതെല്ലാം വന്നു പോകുന്നത് ഒരു സ്പേസിലാണെന്നും ആ സ്പേസ് ചിതാകാശത്തിൽ ഒതുങ്ങുന്നു. കാര്യം പെർസീവ് ചെയ്യപ്പെടുന്ന എല്ലാം ആന്തരികമായ ആകാശത്തിന്റെ ഭാഗമാണെന്നും ആ ആകാശത്തിന്റെ അവയർനെസ് ആണ് ട്രൂത്ത് എന്നും സത്യമെന്നും റിയൽ ഗോഡ് എന്നും പറയുന്നു. അപ്പോൾ ഈ റിയൽ ഗോഡ് സച്ചിദാനന്ദം, എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന ആനന്ദമാകുന്ന ആനന്ദമാകുന്ന ഒരു സ്വരൂപത്തിലാണെന്നും ഇതിന്റെ ഒരു ഗൈഡൻസിലൂടെ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇതിനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ലൈഫിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ലൈഫ് ഹാർമോണിയസ് ആകുന്നത്. അല്ലെങ്കിൽ ഇതിലേക്ക് വളരുക, വികസിക്കുക, ഇതിലേക്ക് ബോധപ്രാപ്തനാകുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഒരു ലൈഫിന്റെ പരിണാമമെന്നും അതാണ് നമ്മുടെ പൂർണ്ണതയെന്നും ശാന്തി എന്നും സമാധാനമെന്നും അവർ പറയുന്നു. അപ്പോൾ അതിനെ തന്നെ വികസിച്ച് പോകുമ്പോൾ അത് പ്രകാശ സ്വഭാവത്തിലായാലും സൗണ്ടായാലും അത് പല രീതിയിൽ അറിവായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം ഇപ്പൊ ഒരു ബുദ്ധൻ ഒരു പ്രകാശം ലഭിച്ചു, അല്ലെങ്കിൽ ഒരു അറിവുകൾ ലഭിച്ചു, അല്ലെങ്കിൽ ഒരു സൗണ്ട്, എല്ലാം എനർജിയാണ്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം എനർജിയാണ്. അപ്പൊ എനർജി സ്വഭാവത്തിൽ ഒരു പല രീതിയിൽ ഒരാളുടെ മാനസിക വികാസത്തിന്, ആധ്യാത്മിക വികാസത്തിനനുസരിച്ച് ഈ ഒരു സത്യത്തെ ആനന്ദമായിട്ടും അറിവായിട്ടും ബോധമായിട്ടും ജ്ഞാനമായിട്ടും ഒക്കെ പെർസീവ് ചെയ്യുന്ന, അതൊക്കെ ഓരോരുത്തരുടെ ആധ്യാത്മിക വികാസത്തിനനുസരിച്ചാണ്. ചിലരൊരു ഗ്ലിംസ് ആയിട്ട് ഇതിനെ അനുഭവിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്റ്റാറ്റസ് ഐ ആം നോട്ട് എറ്റ് ഐ ആം എന്നിട്ടപ്പോൾ നമ്മുടെ കുട്ടികൾ ഗുരുകൽപ്പനൊക്കെ പറയുകയുണ്ടായി, ഐ ആം നോട്ട് എറ്റ് ഐ ആം, അതായത് ഞാൻ ഇതുവരെ ഞാൻ ആയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ഐ ആം നോട്ട്, ഞാൻ ഇല്ലാതാകുമ്പോൾ ദർ ഈസ് ഐ ആം, എറ്റ് ഐ ആം, അവിടെ ഒരു ഐ ആം. അതായത് ഈ നമ്മുടെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഞാൻ, നമ്മൾ പറയുന്ന അത് ഇംഗ്ലീഷ് വാക്കിൽ അതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ ഉണ്ട്. അതായത് ഐ ആം ആംഗ്രി അവർ പറയുന്നു. ചില സമയത്ത് നമ്മൾ ആംഗ്രിയാണ്, നമ്മൾ പറയുന്നത് നമുക്ക് ദേഷ്യമുണ്ട്. പക്ഷെ ഇംഗ്ലീഷ് ഭാഷയിൽ ഐ ആം ആംഗ്രി, ഐ ആം ഗ്രീഡി, ഐ ആം ഹാപ്പി, ഐ ആം വയലന്റ്, ഐ ആം ജലസ്. അപ്പോൾ ഇങ്ങനെ അയാം, നമ്മുടെ ഈ അയാം മാറിക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് സ്ഥായിയായ ഒരു അയാം ഇല്ല. നമ്മുടെ അയാം ഒരു സമയത്ത് ഞാനെന്ന് പറയുന്നത് ഞാൻ ആംഗ്രിയാണ്, ഞാൻ എനിക്കെന്നല്ല. മലയാള ഭാഷയിൽ അത് തെറ്റിപ്പോകുന്നു. പക്ഷെ ഇംഗ്ലീഷിൽ അവർ ഞാൻ ആംഗ്രി, ഐ ആം ആംഗ്രി, ഐ ആം ജലസ്, ഐ ആം ഗ്രീഡി, ഐ ആം വയലന്റ്. ബട്ട് അവർ പറയും ഐ ആം ഇൻ ലവ്. ലവ് ആവുമ്പോഴത്തേക്ക് ഐ ആം ലവ് എന്ന് പറയാൻ പറ്റുന്നില്ല, ഐ ആം ഇൻ ലവ് ആണ്. അപ്പൊ അതാണ് കറക്റ്റ് വാചകം. അപ്പം ഈ നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന, ഒരു സ്ഥിരതയില്ലാത്ത പല പല ചിന്തകൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന നമുക്ക് അയാമെന്ന് പറയാൻ അധികാരമില്ല. ഈ അയാം, ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള അയാം ഇല്ലാതാകുമ്പോൾ ദർ ഈസ് റിയൽ അയാം, അതായത് ഓം എന്ന് പറയുന്ന ആ സൗണ്ട്, അല്ലെങ്കിൽ ആ റിയൽ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന, എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന ആ സത്യം, ഞാൻ ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു സത്യം അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്.
എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന. അപ്പം നമുക്കാർക്കും അയാമെന്ന് പറയാനുള്ള അർഹതയില്ല. ആ സത്യത്തിന് മാത്രമേ, ഏകം സത്യമായ അതിന് മാത്രമേ അയാമെന്ന് പറയാൻ പറ്റൂ എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഏകം സത്യമായ അയാമിൽ നിന്നുകൊണ്ട് വേണം എല്ലാ ഗ്രേസും, എല്ലാ അറിവും, എല്ലാ പൂർണ്ണതയും സംഭവിക്കാൻ എന്നുള്ള ഒരു തിരിച്ചറിവാണ് ആധ്യാത്മിക ശാസ്ത്രം, സ്പിരിച്വൽ ആയിട്ടുള്ള ശാസ്ത്രം. അപ്പൊ അത് ഒരിക്കലും സയൻസും അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ട് പെർസെപ്ഷനും ഒന്നും എതിരൊന്നുമല്ല, അല്ലെങ്കിൽ അത് മതപരമായ ഒരു കാര്യവുമല്ല. പിന്നെ അത് ഒരു ഇന്നർ സയൻസ് ആണ്. അപ്പൊ ഈ ഇന്നർ സയൻസിലൂടെ ഈ ഒരു ബ്യൂട്ടി മനുഷ്യർക്കെല്ലാം നമ്മൾ അനുഭവിച്ചാൽ, അല്ലെങ്കിൽ ഹാർമോണൈസ് ആയാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും ഈ പറയുന്ന നമ്മുടെ കോൺഫ്ലിക്റ്റുകളും നമ്മുടെ എന്താ പറയുന്ന എല്ലാ കാര്യത്തിനുമുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാകും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും, ഹ്യൂമൻ ബീയിങ്സിന്റെ എല്ലാ പ്രശ്നത്തിനും അതൊരു സൊല്യൂഷൻ ആകും എന്നുള്ളതാണ് നമ്മുടെ ഒരു ഗുരുക്കന്മാരുടെ നിഗമനം. ഇപ്പൊ ശ്രീ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ രണ്ട് പെർസെപ്ഷനിലും, അതായത് ലോജിക്കലായിട്ടോ ഇമോഷണൽ ആയിട്ടും നമുക്ക് ദൈവത്തെ അറിയാൻ പറ്റില്ല, മനസ്സുകൊണ്ട് ദൈവത്തെ ടച്ച് ചെയ്യാൻ പറ്റില്ല എങ്കിൽ പിന്നെ നമ്മളെ പോലെയുള്ള സാധാരണക്കാര് എങ്ങനെയാണ് ദൈവം ഉണ്ടെന്ന് അറിയുക? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോ ഇതെങ്ങനെ സൊല്യൂഷൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ എങ്ങനെ ഈ പരിണാമം, അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു അറിവിന്റെ പൂർണ്ണതയിലേക്ക് എത്തും എന്നുള്ളതാണ് ചോദ്യം, അല്ലെ, സാധാരണക്കാരെ സംബന്ധിച്ച്. അപ്പം ഇതിന് നമ്മൾ ഏൻഷ്യന്റ് ആയിട്ടുള്ള നമ്മുടെ ആധ്യാത്മിക പാരമ്പര്യത്തിൽ പല വഴികൾ, ഇപ്പോ പല സമ്പ്രദായങ്ങൾ, യോഗ സമ്പ്രദായം ആയാലും ഇപ്പോൾ വേദാന്തം ആയാലും, ഇങ്ങനെ പല പല സമ്പ്രദായങ്ങളുണ്ട്. പല പല രീതി, ജ്ഞാനമാർഗം, ഭക്തിമാർഗം, കർമ്മമാർഗം എന്നൊക്കെ പല രീതിയിൽ പറയുന്നുണ്ടെങ്കിലും ഇത് എപ്പോഴും ഒരു ഗുരുമാർഗത്തിലൂടെയാണ്. ഏത് മാർഗത്തിലൂടെ സഞ്ചരിച്ചാലും ഈ ഒരു അറിവിലേക്ക് ഉണർത്തുന്നത് ഒരു ഗുരുമാർഗത്തിലൂടെയാണ്. ഏത് മാർഗത്തിൽ സഞ്ചരിച്ച് അതിൻ്റെ ഒരു മെച്ചൂരിറ്റിയിൽ എത്തുമ്പോഴും അവിടെ ഒരു ഗുരു വന്നിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഗുരുവിൽ കൂടിയാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഗുരുമാർഗമാണ് ഏൻഷ്യന്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ആധ്യാത്മിക പാരമ്പര്യം. അപ്പം ഗുരുമാർഗം ഇപ്പൊ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മളിപ്പോ പുസ്തക വായനയിലൂടെയാണോ, നമ്മൾ എന്ത് രീതിയിലാണ് ഇപ്പൊ നമ്മുടെ ശാസ്ത്രം, വേദാന്ത ഉപനിഷത്തിലൊക്കെ പറയുന്നത്, എന്ത് രീതിയിൽ, എന്ത് കാര്യം, എന്ത് സാധനം അനുഷ്ഠിച്ചാലാണ് നമുക്കിത് ഈ അനുഭവത്തിലേക്ക് എത്തപ്പെടാൻ കഴിയുന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ അതിനകത്ത് പറയുന്നത് സത്സംഗം, അതായത് ജ്ഞാനിയായിട്ടുള്ള ഒരു ഗുരുവിനോടൊപ്പമുള്ള സത്സംഗം മാത്രമാണ് ഈ ഒരു കാര്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. കാര്യം മനുഷ്യന്റെ ചിത്തവൃത്തികളും മനുഷ്യന്റെ ബുദ്ധിയും മനുഷ്യന്റെ കർമ്മവും എല്ലാം അവന്റെ ജീവൻ ഒരു മറയായിട്ട്, ജീവനെ ഇങ്ങനെ കവർ ചെയ്ത ഒരു കറയായിട്ട് ഇരിക്കുമ്പോൾ ഒരിക്കലും ഇത് അറിയാൻ കഴിയില്ല. അപ്പൊ ജീവനെ ഇതിൽ നിന്നെല്ലാം മോചിപ്പിച്ച് അവന്റെ സോളിനെ, ഈ പറയുന്ന കർമ്മബന്ധങ്ങൾ, അത് പുണ്യപാപങ്ങളായിട്ടിരിക്കുന്ന എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും മോചിപ്പിച്ച് വേണം അവനെ ആ സത്യത്തിലേക്ക് ഉണർത്തിയെടുക്കാൻ എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു വളരെ ഒരു എന്താ പറയുക, ഒരു ടിപ്പിക്കൽ കൈൻഡ് ഓഫ് പ്രോസസ് ആയതുകൊണ്ട് ഒരു ജ്ഞാനിയായ ഒരു ഗുരുവിനോടൊപ്പം നിന്നുകൊണ്ട് വേണം ഈ കാര്യത്തിലേക്ക് പരിണമിക്കാൻ, ഇത് പടിപടിയായിട്ട് ഇത് പരിണമിക്കാൻ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും നമ്മുടെ വേദാന്തത്തിലൊക്കെ ഒരു വശത്ത് പറയുന്നത് ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫോർമേഷൻ ആണെന്നൊക്കെ പറയുമ്പോഴും ആ ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫോർമേഷൻ എപ്പോഴാണോ ആവശ്യമായി വരുന്നത് അതിലേക്ക് പടിപടിയായി ഗ്രാജുവലായിട്ട് ഒരാളെ ഉണർത്തിയെടുക്കാൻ ഒരു ഗുരുവിന് മാത്രമേ കഴിയൂ. അപ്പോൾ ഗുരുവിന് അത് ഒരുപാട് രീതികളിൽ, ഒരുപാട് മനുഷ്യന്റെ സാധാരണ ലോകനീതികളും മനുഷ്യന്റെ ചിന്താഗതികൾക്കും എല്ലാം അതിവർത്തിച്ച ഒരു രീതിയിൽ പ്രവർത്തിക്കേണ്ടി വരും. ഒരു വ്യക്തിയോട് സംസാരിച്ചായാലും, അദ്ദേഹത്തിനോട് നേരിട്ട് ഇടപഴകിയായാലും, അദ്ദേഹത്തിന്റെ എല്ലാ രീതിയിലും അയാളുടെ ആ ഒരു കാര്യങ്ങളെ, ഇപ്പൊ ഇത് എല്ലാവർക്കും ഒരുപോലെ ഗുരുമാർഗം അല്ലെങ്കിൽ ഈ സ്പിരിച്വൽ മാർഗം എല്ലാവർക്കും ഒരുപോലെ ഒരു മതപരമായിട്ടോ, മതം അല്ലെങ്കിൽ മതപരമായിട്ടൊക്കെ ഉള്ളത് അതിന്റെ ഒരു തുടക്കമാണ്. ആരാധന എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ബേസിക്സ് ആണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന മതങ്ങൾക്കെല്ലാം ഉപരിയായിട്ടുള്ള ഈ സോഴ്സിലേക്ക് കൊണ്ടുപോകുന്നത് അതൊരു ഇന്നർ സയൻസ് ആണ്. അപ്പം ഈ ഒരു എന്താ പറയുന്ന ഈ ഒരു മോൾഡിങ് കോമൺ ആയിട്ട് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന, ഓരോ വ്യക്തിയും ഓരോ ഒരു പ്രോസസ് ആയത് കാരണം ആ ഓരോ വ്യക്തികളുടെയും പർട്ടിക്കുലർ രീതിക്കനുസരിച്ചാണ് ഒരു ഗുരുവിന് ഓരോരുത്തരോടും സംസാരിക്കാനും ഇടപഴകാനും അയാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഒരാളുടെ ശരി മറ്റൊരാളുടെ തെറ്റായിരിക്കും. ഗുരു പറയുമായിരുന്നു 1000 പേർക്ക് 1000 വിധമാണ്. അതാണ്. അപ്പൊ ഒരാളുടെ ശരി മറ്റൊരാളുടെ തെറ്റായിരിക്കാം, അല്ലെങ്കിൽ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആശയമായിരിക്കില്ല, അല്ലെങ്കിൽ ഒരു സമയത്ത് പറയുന്നതായിരിക്കില്ല മറ്റൊരു സമയത്ത് ശരി. അപ്പൊ ഇങ്ങനെ വലിയ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഗുരുമാർഗം. അപ്പൊ അത് ഗുരുവിന്റെ ആ മാർഗത്തിൽ ശരീരിയായിട്ടുള്ള ജ്ഞാനിയായിട്ടുള്ള ഒരു ഗുരുവിന് മാത്രമാണ് ഇത് പകർന്നു കൊടുക്കാൻ കഴിയുന്നത്. അപ്പൊ ശ്രീക്ക് ഈ അറിവൊക്കെ കിട്ടിയത് ഒരു ഗുരുമാർഗത്തിലൂടെയാണോ?
ഒരു ആശ്രമ സ്വഭാവത്തിലാണോ ശ്രീ ഈ ഒരു അറിവിലേക്കൊക്കെ എത്തിയത്? അപ്പം അങ്ങനെയാണെങ്കിൽ ശ്രീയുടെ ആശ്രമം ഏതാണ്? തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഒരു ഗുരുമാർഗത്തിൻ്റെ ഭാഗമായിട്ടൊരു ഗുരുമാർഗത്തിൻ്റെ ഭാഗമായ ഒരു കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ കുട്ടിക്കാലം മുതൽ ഈ ഒരു ഗുരുമാർഗത്തിൻ്റെ രീതിയിൽ തന്നെയാണ് വളർന്നു വന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ ആദ്യകാലങ്ങളിൽ ഇതിനെ ആ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നുവെങ്കിലും പിന്നീട് നമ്മുടെ എന്താ പറയുന്ന ഒരു വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കാനും ഇതിനോട് താല്പര്യം ഉണ്ടാവുകയും അങ്ങനെ ഈ വിഷയങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ അത് ഗുരുമാർഗം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മളെ സഹായിച്ചത്. അതിൽ തന്നെ എൻ്റെ പർട്ടിക്കുലർ ആശ്രമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ആശ്രമത്തിനൊരു സ്ഥാപക ആചാര്യനുണ്ട്. അതിനുശേഷം ഒരു സെക്കൻഡ് ഗുരുവിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. അപ്പം എൻ്റെ ഒരു ഭാഗ്യം നമുക്ക് സ്ഥാപക ഗുരു ഫൗണ്ടർ ഗുരുവിൻ്റെ ഒരു ഗ്രേസും അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ ഞാൻ വളരെ കൊച്ചായിരുന്നെങ്കിലും ആ ഒരു കൊച്ചു പ്രായത്തിലാണെങ്കിലും ഫൗണ്ടർ ഗുരുവിനെയും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ സെക്കൻഡ് ഗുരുവിൻ്റെയും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ രണ്ട് ഗുരു എന്ന് പറയുമ്പം ഒരുപാട് ചില സംശയങ്ങളെല്ലാം വരും. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു മലയാളി അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ വരുമ്പോഴത്തേക്കുള്ള ഒരു സംശയമാണ്. ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കബീർ പങ്ക്തി അല്ലെങ്കിൽ എന്താ പറയുന്നത് സൂഫി മിസ്റ്റിക്കുകൾ, ഇപ്പോൾ ഗുരുനാനാക്കിന്റെ പരമ്പര, ഇപ്പൊ അവരൊക്കെ എടുത്ത് അല്ലെങ്കിൽ രാധാസ്വാമി പരമ്പര, അവിടെ മെഹർ ബാബ, ഒരുപാട് ഗുരുപരമ്പരകൾ നോർത്ത് ഇന്ത്യയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഒരു ഫസ്റ്റ് ഗുരു സെക്കൻഡ് ഗുരു ഇതിനെല്ലാം ഒരു വളരെ ഡിവൈനായിട്ട് എന്ന് വെച്ചാൽ ഗുരു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഒരു ഹ്യൂമൻ ബോഡിയും ഒരു മൈൻഡുമാണ് നമുക്ക് അതാണ് പെർസീവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഗുരു എന്ന് വിചാരിക്കുന്ന ഹ്യൂമൻ ബോഡിയും മൈൻഡും ആക്ച്വലി ദ ട്രൂ ഗുരു എന്ന് പറയുമ്പോൾ പരമാത്മ, അതായത് നമ്മൾ ഈ പറഞ്ഞ സോഴ്സ് എന്താണോ, നമ്മൾ ആ അബ്സല്യൂട്ട് ആയിട്ടുള്ള ആ സോഴ്സിനെ, ആ ലൈറ്റിനെ, ആ സുപ്രീം വിസ്ഡത്തെയാണ് നമ്മൾ ഗുരു എന്ന് പറയുന്നത്. അപ്പം ആ ഗുരുവിൻ്റെ ആ സോഴ്സിലേക്ക് എത്തിയ ഹ്യൂമൻ ബീയിങ്സിനെ അല്ലെങ്കിൽ ആ സോഴ്സുമായിട്ട് ടച്ച് ചെയ്ത് അതിലേക്ക് അവേക്കൻ ചെയ്തിട്ടുള്ള വ്യക്തികളെയാണ് നമ്മൾ നമ്മുടെ മനുഷ്യരൂപത്തിലെ ഗുരുവായിട്ട് കാണുന്നത്. അപ്പോൾ നാച്ചുറലായിട്ടും ഫൗണ്ടർ ഗുരു ആ ഒരു ലൈറ്റിലേക്ക് അവേക്കൻ ചെയ്തു. പിന്നെ അല്ലെങ്കിൽ ഫൗണ്ടർ ഗുരുവിൻ്റെ ജന്മത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു അവതാര സ്വഭാവത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. അത്തരം സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പം നാച്ചുറലായിട്ട് പറഞ്ഞ ഫൗണ്ടർ ഗുരു ആ ഒരു സോഴ്സിലേക്ക് ഉണർന്നിരുന്നു. സെക്കൻഡ് ഗുരുവായിട്ട് വരുമ്പം ആ ഗുരു നമ്മുടെ ഗുരുസ്ഥാനിയെയും അതേ സോഴ്സിലേക്ക് അവേക്കൻ ചെയ്തു. അപ്പോൾ ഈ സോഴ്സ് എപ്പോഴും പരമാത്മാവ് അല്ലെങ്കിൽ ആ സുപ്രീം സോഴ്സ് ഗോഡിനെയാണ് നമ്മൾ ഈ ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗുരുവിൻ്റെ ആ സോഴ്സിലേക്ക് അവേക്കൻ ചെയ്ത, ഇപ്പോൾ ഗുരു എന്ന് പറയുമ്പം എപ്പോഴും എല്ലായിടത്തും എല്ലാമായി എപ്പോഴുമുള്ള ആ സത്യത്തെ സാധാരണ മനുഷ്യർക്ക് പെർസീവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഹ്യൂമൻ ബീയിങ്ങിൽ മൈൻഡും ബോഡിയും ഉള്ള ഒരു അസ്തിത്വം അതുമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് സാധാരണ ആൾക്കാർക്ക് ഈ പറയുന്ന ആശ നേരത്തെ ചോദിച്ചു, സാധാരണ ആൾക്കാർക്ക് എങ്ങനെ ഇത് പറ്റും? ഒരിക്കലും പറ്റില്ല. നോർമൽ സാഹചര്യത്തിൽ ഒരിക്കലും പറ്റില്ല. ഇങ്ങനെ ഒരു ഗുരു ഇത് ടച്ച് ചെയ്ത് കോൺഷ്യസ്നെസ് അവേക്കൻഡായി ഈ സോഴ്സിൽ ടച്ച് ചെയ്ത ഒരു ഗുരുവിലൂടെ മാത്രമേ അത് പറ്റൂ എന്നുള്ളതാണ്. അല്ലാതെ മറ്റ് ആരാധനാക്രമങ്ങളിലൂടെ ഒന്നും ഇത് സാധിക്കില്ല. ഒരു ഗുരുമാർഗത്തിലൂടെ, അതും ശരീരിയായിട്ടുള്ള ഗുരു ആ സോഴ്സിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ദൈവവുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് അല്ലെങ്കിൽ ഗോഡ് എന്ന് പറയുന്ന ആ സുപ്രീം സോഴ്സുമായിട്ട് നമുക്ക് കോണ്ടാക്ട് വരുന്നുള്ളൂ. അപ്പോൾ അത് ഗുരുമാർഗത്തിൽ ഇപ്പോൾ ഒരു ഫൗണ്ടർ ഗുരു സ്ഥാപിക്കുകയാണെങ്കിൽ അത് ഗുരു പരമ്പരയായിട്ട് പോകും. ഓരോ ഗുരു ആരൊക്കെ ഇതിനോട് അവേക്കൻ ചെയ്യുന്നോ അവരിലെല്ലാം ഈ സെയിം സോഴ്സ് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അല്ലാതെ അവരെ എന്താണ് നമ്മൾ ഒരാൾക്ക് ഉണ്ടായിരുന്നു മറ്റേയാൾക്ക് ഇല്ല, അല്ലെങ്കിൽ മറ്റേ ഒരാളിലേ ഇത് ഉള്ളൂ എന്നുള്ളതല്ല. നമ്മുടെ പരമ്പരയ്ക്ക് മുമ്പും ഈ സോഴ്സ് ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടാകും, അത് എക്കാലം ഉണ്ടാവും. ലൈറ്റായിട്ട് എല്ലാവരെയും അവേക്കൻ ചെയ്യാനായിട്ട് ഈ സോഴ്സ് അവിടെ ഉണ്ടാവും. അപ്പോൾ ആ സോഴ്സിലേക്ക് അവേക്കൻ ചെയ്തിട്ടുള്ള ഗുരുമാർഗങ്ങളിൽ ഗുരുക്കന്മാർ ഇല്ലെങ്കിൽ ഫൗണ്ടർ ഗുരു ആ ഒരു പ്രത്യേക എലമെന്റും പ്രത്യേക സങ്കല്പങ്ങളും അല്ലെങ്കിൽ പ്രത്യേക ഒരു സ്വഭാവത്തിൽ ഈ എനർജി ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് തലമുറകളായി അത് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് അത് വളരെ ഭാഗ്യത്തിൽ ഭാഗ്യതരമായ അങ്ങനെ ഒരു ഗുരുമാർഗത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു. ഇപ്പം ഞാൻ വളരെയധികം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ അല്ലെങ്കിൽ ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമായിട്ട് ഈ ഗുരുമാർഗത്തിൽ എത്തിപ്പെട്ടു, അല്ലെങ്കിൽ ഈ ഗുരുമാർഗത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് എൻ്റെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമായിട്ട് കാണുന്നു.
സന്തോഷമായിട്ട് കാണുന്നു. അതിനെ എത്ര എന്താണ് പറയുക, വിലമതിക്കാൻ കഴിയാത്ത ഒരു സൗഭാഗ്യമായിട്ട് കാണുന്നു. എൻ്റെ ആശ്രമത്തിൽ തന്നെ ഇതുപോലുള്ള ഒരുപാട് എന്താ പറയുക സന്യാസി വര്യന്മാർ, ഇപ്പോൾ നമ്മുടെ ഫൗണ്ടർ ഗുരു ഇത് ഗൃഹസ്ഥന്മാർക്കും സ്ത്രീകൾക്കും മറ്റ് പണ്ട് കാലങ്ങളിൽ ഈ ഗുരുമാർഗങ്ങൾ മിസ്റ്റിക്കലായിട്ടുള്ള വളരെ രഹസ്യമായിട്ട് വളരെ പക്വതയെത്തിയ ശിഷ്യന്മാർക്ക് മാത്രം അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ ഗുരു ഇത് പൊതുജനങ്ങൾക്കായി എല്ലാവർക്കും, അതിൽ തന്നെ മാറ്റി നിർത്തിയിരുന്ന സ്ത്രീകൾക്കും ഗൃഹസ്ഥന്മാർക്കും എല്ലാം ഒരുപോലെ ഇത് കിട്ടണം എന്നുള്ളൊരു ഭാഗത്ത് പ്രവർത്തിച്ചതാണ് നമ്മുടെ ഫൗണ്ടർ ഗുരു. വേദാന്തം മറ്റ് സ്ഥലങ്ങളിൽ വെറുതെ പറയുമ്പോൾ ഗുരു പറഞ്ഞു അത് വേദാന്തം പറഞ്ഞുകൊണ്ടിരിക്കാനുള്ളതല്ല, അത് പ്രാക്ടിക്കൽ വേദാന്തമാണ്. അതായത് വേദാന്തം എന്ന വാക്കിൻ്റെ അർത്ഥം വേദത്തിൻ്റെ അറിവിൻ്റെ അവസാനം അനുഭവമാണ്. അനുഭവം എങ്ങനെയാണ്? ഒരു ഗുരുവിൻ്റെ അടുത്ത് ഉപനിഷത്തുകളാണ് വേദാന്തത്തെക്കുറിച്ച് പറയുന്നത്. അതായത് ഗുരുവിൻ്റെ അടുത്ത് ഉപവിഷ്ടനായി ഇരുന്ന് ഗുരു പകർന്നു നൽകുന്നതാണ് ഉപനിഷത്ത്. അപ്പം അങ്ങനെ ഒരു ഗുരു സംസർഗത്താൽ ഗുരുവിനോട് അടുത്ത് നിർത്തിക്കൊണ്ട് ഈ വേദാന്തം നടപ്പിലാക്കി, പ്രാക്ടിക്കൽ വേദാന്തം. അപ്പോൾ വേദാന്തം ഒരു തികഞ്ഞ സോഷ്യലിസം എന്ന് ഗുരു പറഞ്ഞു. അപ്പോൾ എന്താണ്? എല്ലാവർക്കും എല്ലാം കിട്ടണം. ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സിന്നർ ഇവിടെ നിൽക്കുന്നു, ഒരു മഹാത്മാവ് ഇവിടെ, സിന്നർ ഇങ്ങനെ പരിണമിച്ച് മഹാത്മാവാകുന്നു, പുണ്യാത്മാവാകുന്നു. പക്ഷെ ദൈവം രണ്ടിൽ നിന്നും ഒരേപോലെ അകലത്തിലാണ്. അപ്പം ഒരു സിന്നറിനും മഹാത്മാവിനും എല്ലാം ഈ ദൈവികതയിലേക്ക് ഉയരാൻ ഒരേപോലെ അർഹതയുണ്ട് എന്ന് മനസ്സിലാക്കി ശൂദ്രനും ബ്രാഹ്മണനും അല്ലെങ്കിൽ എന്ത് തരം സ്വഭാവം, ഇത് ഞാൻ ജാതിയല്ല പറയുന്ന വർണ്ണ സ്വഭാവത്തിൽ പലതരം, ഇത് വർണ്ണമാണ്. പലതരം ക്വാളിറ്റിയുള്ള മൈൻഡുകൾ ഉള്ള മനുഷ്യർ ഈ ലോകത്തുണ്ട്. വൈശ്യ സ്വഭാവത്തിൽ, കച്ചവട സ്വഭാവത്തിൽ, അല്ലെങ്കിൽ ക്ഷത്രിയ സ്വഭാവത്തിൽ, രാഷ്ട്രീയ അല്ലെങ്കിൽ എന്താ പറയുക നേതൃത്വ സ്വഭാവത്തിൽ, അല്ലെങ്കിൽ ബ്രാഹ്മണ സ്വഭാവത്തിൽ, ശൂദ്ര സ്വഭാവത്തിൽ, ഇങ്ങനെ പല സ്വഭാവങ്ങളാണ്, ജാതിയല്ല. അപ്പോൾ എല്ലാ സ്വഭാവത്തിലുള്ളവർക്കും ഒരേപോലെ എത്തിപ്പിടിക്കാൻ പറ്റുന്നതാണ് ദൈവം. അപ്പോൾ അതെല്ലാവർക്കും അർഹതപ്പെട്ടതാണ്, എല്ലാവർക്കും എല്ലാം കിട്ടണമെന്നുള്ള രീതിയിൽ വലിപ്പച്ചെറുപ്പങ്ങളില്ലാതെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഗുരു പ്രവർത്തിച്ചത്. അപ്പം അതിൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഒരുപാട്, ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഗൃഹസ്ഥന്മാരും സന്യാസി വര്യന്മാരും അങ്ങനെ ഒരുപാട് പേർക്ക് ഈ ഒരു അറിവിലേക്കും ഈ ഒരു ഉയർച്ചയിലേക്കും ഈ ഒരു ആനന്ദത്തിലേക്കും ഈ കൊച്ചു കുട്ടികൾ മുതൽ പലതരത്തിലുള്ള ആധ്യാത്മിക അനുഭൂതികളിലേക്കെല്ലാം വളരുന്നതും വികസിക്കുന്നതും പിന്നെ ഭൗതികമായിട്ടും ആധ്യാത്മികമായിട്ടും എല്ലാ രീതിയിലും മികച്ച രീതിയിലേക്ക് ജീവിത സാഹചര്യങ്ങളിലേക്ക് ഉയർന്നു വരുന്നതും ശാന്തിയും സമാധാനവും സന്തോഷവും ത്തോട് ജീവിച്ചു വരുന്നതും ഒക്കെ കാണാനുള്ള ഒരു സൗഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ആശ്രമത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആശ്രമത്തിൽ ശ്രീ പറയുന്നത് പോലെ എല്ലാവരും പോസിറ്റീവായിട്ടും അടുക്കും ചിട്ടയോടും കൂടെ ആണോ ജീവിക്കുന്നത്? എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണോ? എന്താണ് ആശ്രമത്തിലെ പ്രവർത്തനങ്ങൾ? ഇപ്പം എല്ലാവർക്കും ഈ പറയുന്ന രീതിയിലേക്കൊക്കെ വളർന്നെത്താൻ എല്ലാവർക്കും കഴിയുന്നുണ്ടോ? ആ ഒരു സന്തോഷം, പോസിറ്റിവിറ്റി അതൊക്കെ ഉണ്ടോ ആശ്രമത്തിൽ? അപ്പം എന്താണ്, ഏത് രീതിയിലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്? അതെ. ഇപ്പോൾ ആശ്രമത്തെക്കുറിച്ച് പറയുമ്പോൾ ആശ്രമത്തിന് എന്താണ്, ഒരു മനുഷ്യ സമൂഹത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഗുരു ചിട്ടപ്പെടുത്തി നമ്മളെ അതിലേക്ക് വികസിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ ചിലർ വരിക്കും സയൻസിനോടൊക്കെ എതിർപ്പാണ്, അല്ലെങ്കിൽ ചില ആൾക്കാർ വരിക്കും ചില മന്ത്രതന്ത്ര പൂജാദികൾ, അത്ഭുതങ്ങൾ, സിദ്ധികൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും അല്ല. ആശ്രമം എന്ന് പറയുന്ന ഒരു ഇന്നർ എന്താണ് കോൺഷ്യസ്നെസ്സിന്റെ സമഗ്രമായ ഒരു വികസനം. അത് ആധ്യാത്മികമായാലും ഭൗതികമായാലും, ഇപ്പോൾ കോൺഷ്യസ് ആയാലും സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് മുതൽ ഈ ഗോഡ് എന്ന് നമ്മൾ പറയുന്ന ഈ ഒരു സുപ്രീം സ്റ്റാറ്റസ് വരെയുള്ള എല്ലാ രീതിയിലും ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിന്റെ സമഗ്രമായ വികസനവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഗുരു വിഭാവനം ചെയ്ത ഒരു ആശയം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പഠിക്കാനുള്ള കോളേജുകളും സ്ഥാപനങ്ങളും ആതുര ശുശ്രൂഷയ്ക്കുള്ള സാഹചര്യങ്ങളും, അത് മോഡേൺ സയൻസിൻ്റെ മോഡേൺ മെഡിസിൻ ആയാലും നമ്മുടെ ഏൻഷ്യൻ മെഡിസിൻ ആയാലും എല്ലാ കാര്യത്തിനെയും ഉൾപ്പെടുത്തി. ഇപ്പോൾ കർമ്മ മേഖലയായാലും ജ്ഞാനത്തിൻ്റെ വഴിയായാലും ഭക്തിയായാലും, ഇപ്പോൾ ചില പൂജ അല്ലെങ്കിൽ ചില എന്താ പറയുന്ന ആരാധനാ സമ്പ്രദായങ്ങൾ, ഇപ്പോൾ മനുഷ്യൻ്റെ കോൺഷ്യസ്നെസ്സിന് ചില പർട്ടിക്കുലർ കാര്യങ്ങൾ അതുപോലെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കോൺഷ്യസ്നെസ്സിന് വികസനത്തിന്
സമൂഹത്തിന് എന്തെല്ലാം വിശ്വാസ സമ്പ്രദായങ്ങൾ, ഒരാളുടെ കോൺഷ്യസ്നെസ്സിന്റെ പർട്ടിക്കുലർ വികാസത്തിന് ചിലപ്പോൾ ചില കർമ്മങ്ങൾ അല്ലെങ്കിൽ ചില പൂജാവിധികൾ അല്ലെങ്കിൽ ചില ആരാധന സമ്പ്രദായങ്ങൾ മനുഷ്യന്റെ കോൺഷ്യസ്നെസ്സിനെ ഏത് രീതിയിൽ അവനെ ഫ്രീ ആക്കുന്നു. അവന്റെ കർമ്മങ്ങൾ ഇങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ ഒരു വ്യക്തി സ്വതന്ത്രനാകാൻ വേണ്ടി വരുമ്പോൾ, അവന്റെ ജീവൻ സ്വതന്ത്രനാകാൻ വേണ്ടി വരുമ്പോൾ അയാളുടെ മാത്രം, ഇപ്പൊ നമ്മളെല്ലാവരും ഓരോരുത്തരും വ്യക്തികൾ റിലേറ്റഡ് ആയിരിക്കുന്നത് പോലെ, ഇപ്പൊ ജെനറ്റിക്സ് ആയാലും നമ്മളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നെന്ന് പറയുന്നത് പോലെ ആൻസസ്റ്റേഴ്സുമായിട്ടും അല്ലെങ്കിൽ ഒരാളുടെ തോട്ട് പ്രോസസ്സ്, അയാളുടെ പ്രീവിയസ് മെമ്മറീസ്, കർമ്മങ്ങളുമായിട്ടും അയാൾ ആരാധിച്ചു വന്ന സ്വഭാവങ്ങളുമായിട്ട് എല്ലാം അയാളിലൊരു മെമ്മറി ഉണ്ടായി. അതൊരു നോട്ട് പോലെ അയാളുടെ ജീവനെ ഇങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുമ്പോൾ ഇതിനൊക്കെ സ്വതന്ത്രമാക്കാൻ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ആരാധന സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ. അപ്പോൾ ഇത് ഗുരു നിർദ്ദേശപ്രകാരം ഓരോ വ്യക്തികളുടെയും കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ആ കർമ്മങ്ങൾ കണ്ടുകൊണ്ട് ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം വ്യക്തികൾക്കുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് കർമ്മത്തിനായാലും ജ്ഞാനത്തിനായാലും ഭക്തിക്കായാലും ഈ പ്രവർത്തിക്കാനുള്ള ബിസിനസ്സുകളായാലും പിന്നെ എന്ത് രീതിയിൽ എന്തൊക്കെ വികസനം, ഇപ്പോൾ സയൻസിൻ്റെ റിസർച്ചുകളായാലും എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളായാലും, അപ്പോൾ എല്ലാ രീതിയിലും മനുഷ്യന് വികസിക്കാനും അറിയാനും അറിയിക്കാനും ജീവിക്കാനും ഉള്ള എല്ലാ സാഹചര്യങ്ങളും, ആധ്യാത്മികമായ അനുഭൂതികളിലേക്ക് വളരാനും അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും ഗുരു ഒരുക്കി വെച്ചു. അപ്പോൾ ആശ പറഞ്ഞതുപോലെ ഇപ്പോൾ എല്ലാവരും സന്തോഷത്തിലാണ്. ഒരുപാട്, അതായത് ഒരു മെജോറിറ്റി ഓഫ് എന്താ പറയുന്ന പഴയ വിശ്വാസികളെയൊക്കെ ഞാൻ നോക്കുമ്പോൾ വളരെയധികം അറിവുള്ള, അതായത് സന്യാസിമാരെ നോക്കുമ്പോൾ വളരെയധികം ആധ്യാത്മികമായി ഉയർന്ന, ജീവൻ കൊണ്ട് വളരെയധികം ആധ്യാത്മികമായി ഉയർന്ന സന്യാസി വര്യന്മാർ, ഗൃഹസ്ഥാശ്രമികളാവട്ടെ, ഇത്രമാത്രം ഓരോരുത്തരെയും ഞാൻ കാണുമ്പോൾ അവർക്കൊരു പ്രത്യേകതരമായ അറിവും ഒരു അവയർനെസ്സും ഒരു ക്വാളിറ്റിയും, അവർക്കെല്ലാം ഒരു കഥ തന്നെ പറയാനുണ്ട്. അതായത് അവർക്കെല്ലാം ഒരു പക്ഷേ ഒരു ജ്ഞാനിയെ പോലെ ഓരോ വ്യക്തി, ഒരു വെറും സാധാരണക്കാരനെ പോലെ, ഇപ്പോൾ ഗുരുവിൻ്റെ ഒരു ഗേറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ എന്ത് നിസ്സാരമായ ചെറിയ കർമ്മം ചെയ്യുന്ന വലിയ കർമ്മം ചെയ്യുന്ന വ്യക്തികൾക്ക് പോലും ഒരു വലിയ ചരിത്രം അല്ലെങ്കിൽ വലിയ ആധ്യാത്മികമായ ഒരു പാരമ്പര്യമുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് സാധാരണഗതിയിലാകുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ വളരെ വായിച്ചും കണ്ടും പഠിച്ചും വിദ്വാൻമാരൊക്കെ ആയിട്ടുള്ള വ്യക്തികളാണ് അറിവുള്ളവർ. പക്ഷെ ഇത് അല്ലാതെ ഗുരുസമ്പർക്കം കൊണ്ട് ഞാൻ നോക്കുമ്പോൾ സാധാരണക്കാരായ നമ്മളെ പോലത്തെ മനുഷ്യർ പോലും എല്ലാം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ശാന്തിയിൽ ജീവിക്കുന്നു, തെറ്റുകളും ശരികളും വേർതിരിച്ചറിയാനും ഒരു സംയമനം പാലിക്കാനും ഒരു ധാർമ്മികമായി ധർമ്മനിഷ്ഠയിൽ അടിയുറച്ച് ജീവിക്കാനും ഒക്കെ കഴിയുന്നു. ഒരു കൂട്ടം മനുഷ്യർക്ക് കഴിയുന്നു എന്ന് പറയുന്ന ഒരു അത്ഭുതമാണ്. എന്നെ സംബന്ധിച്ച് അതൊരു അത്ഭുതമാണ്. അവിടുത്തെ നമ്മുടെ ഈ ഒരു മനുഷ്യ സന്യാസി വര്യന്മാരായാലും പിന്നെ ഗൃഹസ്ഥാശ്രമികളായാലും കുട്ടികളായാലും, അപ്പോൾ അത് ഗുരു ഒരു തലമുറ കൊണ്ട് ശുദ്ധീകരിക്കണമെന്നുള്ള ഗുരുവിൻ്റെ ഒരു പ്രോസസ്സാണ്. ഇപ്പം നമ്മൾ കുട്ടികളെ, പുതിയ തലമുറയിലെ കുട്ടികളുടെ ഈ ബുദ്ധി കൂർമ്മിപ്പിച്ച് അവരുടെ ആ ജ്ഞാനത്തിൻ്റെ വഴി അടയ്ക്കുന്നില്ല, നേരായ രീതിയിൽ വളർത്തിയെടുക്കുകയാണെങ്കിൽ കുട്ടികളിൽ നിന്ന് നമുക്ക് പഠിക്കാമെന്നുള്ളതാണ്. കാര്യം നേച്ചറിൻ്റെ അടുത്ത അപ്ഗ്രേഡഡ് വേർഷനാണ് കുട്ടികൾ. അപ്പോൾ കുട്ടികളിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. പക്ഷേ ആ കുട്ടികളിൽ നിന്ന് നമ്മൾ പഠിക്കണമെങ്കിൽ അവരെ എങ്ങനെ വളർത്തണമെന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ വളർത്താൻ ഒക്കെ നമ്മളെ നിർദ്ദേശിച്ച്, ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ കുട്ടികളെ വളർത്തുന്ന കാര്യങ്ങളും അതുപോലുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഗുരു വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത്, അതിൻ്റെ വാല്യൂ നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഈ തലമുറയിൽ വന്നപ്പോഴാണ് അതിൻ്റെ വാല്യൂ മനസ്സിലായത്. അപ്പം ആ രീതിയിൽ ഒരു വളരെ എന്താ പറയുന്ന മെച്ചുവറായിട്ടുള്ള വളരെ ധാർമ്മികമായിട്ടുള്ള ഒരു പരമ്പരയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ നമ്മുടെ ആശ്രമത്തിൻ്റെ ഒരു പ്രാർത്ഥനാ സങ്കല്പം എന്ന് പറയുമ്പോൾ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും, എല്ലാ ഗുരു പരമ്പരയിൽപ്പെട്ടവർക്കും, എല്ലാ ദേവ സ്വഭാവത്തിലുള്ള ആരാധന സമ്പ്രദായങ്ങൾക്കും എല്ലാവർക്കും നന്മ ലഭിക്കണമെന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. അതായത് നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും നമ്മുടെ പരമ്പരയ്ക്കോ നമുക്ക് വേണ്ടി മാത്രമല്ല, വിശ്വശാന്തി, ലോകസമാധാനം. അപ്പോൾ അതിൽ തന്നെ എല്ലാ ഈ ഒരു ദൈവമേ എന്നുള്ള എന്തെങ്കിലും ഒരു ശക്തിയെ സങ്കല്പിച്ചുകൊണ്ട് ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ അബ്സല്യൂട്ടായിട്ടുള്ള ഗോഡിൽ നിന്നുള്ള ലൈറ്റ് അവിടെ വരണം എന്നുള്ള രീതിയിലുള്ള ഒരു സങ്കല്പമാണ്. അപ്പോൾ എല്ലാവരിലേക്കും, എല്ലാ മത സ്വഭാവത്തിലുള്ളവർക്കും, എല്ലാ ആചാര്യ സ്വഭാവത്തിലുള്ളവർക്ക് എല്ലാവർക്കും ഈ വെളിച്ചം, ദൈവത്തിൻ്റെ വെളിച്ചം
കിട്ടണമേ, അങ്ങനെ ലോകത്തിന് എന്ത് നന്മയാണോ ശാന്തിയാണോ വരേണ്ടത് അത് വരണമേ എന്നുള്ള ഒരു സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പരമ്പര ആയതുകൊണ്ട് ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടാണ് നമ്മളെല്ലാം പുണ്യം സമ്പാദിക്കേണ്ടതെന്നാണ് ഗുരു പഠിപ്പിച്ചത്. അതായത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല, ഇത്രയും വിശാലമായിട്ടുള്ളൊരു സ്വഭാവത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അത്രമാത്രം വിശാലമായിക്കൊണ്ട് നമ്മൾ ആ ദൈവികതയിലേക്ക് വളരുന്നു. അല്ലാതെ അവനവൻ്റെ കാര്യം മാത്രം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സങ്കുചിതമായി ഈ ഡിവൈൻ ആയിട്ടുള്ള സെൽഫിനെ മനസ്സിലാക്കാൻ കഴിയാതെ നമ്മൾ എന്താ പറയുന്നത് സഫർ ചെയ്യുന്നു എന്നാണ് ഗുരു പഠിപ്പിച്ചത്. നമ്മുടെ എല്ലാ സഫറിങ്സിൻ്റെയും പ്രശ്നത്തിൻ്റെയും കാരണം ഈ ഡിവൈൻ സെൽഫിനെ മനസ്സിലാവാൻ നമ്മൾ വളരെ സങ്കുചിതമായി പോകുന്നതാണ്. അപ്പോൾ ആ സങ്കുചിതമായ അവസ്ഥയിൽ നിന്ന് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു വികാസത്തിലേക്ക് വളർത്താൻ, നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ ഉണർത്താൻ ഗുരു നമ്മളെ പഠിപ്പിച്ചു. ആ രീതിയിലാണ് ആശ്രമത്തിലെ ഓരോ കർമ്മങ്ങളും ചിന്തകളും പ്രാർത്ഥനകളും നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. പക്ഷെ ശ്രീ ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ കുറച്ച് തള്ളില്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്താ അറിയോ, കുറച്ച് ദിവസം മുമ്പ് അഹങ്കാരത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞ് കുറച്ച് പഴയ ആൾക്കാരെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീ ഒരു ഓഡിയോ ക്ലിപ്പ് ഇടുന്നത് ഞാൻ കേട്ടു. അഹങ്കാരം ആണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ പിന്നെ പറഞ്ഞതുമായിട്ട് അതെങ്ങനെ? അതെ അതെ, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങളെ എപ്പോഴും വഴക്ക് പറയുന്നു എല്ലാ കാര്യത്തിലും. ഞാനൊരു ഗൃഹനാഥനായിരിക്കുമ്പോൾ ഒരു വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ വീട്ടിലിപ്പോൾ കുറച്ച് നമ്മൾ എല്ലാവരും കൂടെ ഒരു കൂട്ടമാണ്. അപ്പോൾ ഓരോരുത്തരെയും ഞാൻ നിരന്തരം വഴക്ക് പറയുന്നു. എന്നാൽ നിങ്ങൾ മോശമാണെന്നാണ് അതിനർത്ഥം. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുള്ള എൻ്റെ വ്യക്തികളെക്കുറിച്ചും എൻ്റെ കൂടെയുള്ളവരെ, എൻ്റെ സുഹൃത്തുക്കളെക്കുറിച്ചും ഒക്കെ വളരെ മതിപ്പുള്ള വ്യക്തിയാണ്. ഐ ആം ബ്ലെസ്ഡ് എന്നാണ് ഞാൻ പറയുന്നത്. ഇത്രയും നല്ല മനുഷ്യരുമായിട്ട് സഹകരിക്കാൻ കഴിഞ്ഞ എൻ്റെ ഭാഗ്യമാണ് എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഒരു വീട്ടിലെ കാര്യങ്ങൾ പറയുമ്പോൾ നിരന്തരം തെറ്റിതിരുത്തേണ്ടിയും വഴക്ക് പറയേണ്ടേയും ശാസിക്കേണ്ടതൊക്കെ വരുന്നു. കൂടാതെ ആധ്യാത്മിക മാർഗത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഐ ആം നോട്ട് എറ്റ് ഐ ആം എന്ന് പറയുന്ന ആ സത്യത്തിലേക്ക് പോകണമെങ്കിൽ, അതായത് നമ്മുടെ ഫോൾസ് ഐ, ഞാൻ ഫോൾസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരതയില്ലാത്ത ആ കപടമായിട്ടുള്ള പേഴ്സണാലിറ്റി ആയിട്ടുള്ള ആ ഐയെ മാറ്റിയിട്ട് അഹങ്കാരത്തെ എന്നാണ് പറയുന്നത്, അതിനെ മാറ്റിയിട്ട് മറ്റതിലേക്ക് വരാൻ നമ്മൾ പലതും സംസാരിക്കുന്നു. പക്ഷേ ആ സംസാരം അതും ഒരു എന്താ പറയുന്നത് ഒരു സ്നേഹത്തിൻ്റെ, നമ്മുടെ ഒരു കുടുംബമായി കാണുന്നത് കൊണ്ട് നമ്മുടെ ഒരു സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇതൊരിക്കലും ഞാൻ പറഞ്ഞത് ഇതൊരു തള്ളായിട്ടല്ല, ഇത്രയും മഹനീയമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇതാണ് എൻ്റെ സത്യം. ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഗൃഹസ്ഥന്മാരും എൻ്റെ പരിചയത്തിലുള്ള ഗൃഹസ്ഥരും സന്യാസി വര്യന്മാരെയും കുറിച്ച് ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് എൻ്റെ സത്യം. വിമർശിക്കുന്നത് അത് മറ്റൊരു വശം. അതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുള്ളവരെ വിമർശിക്കുന്ന പോലെയുള്ളൂ. വിമർശിക്കുന്നത്, സത്യം പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ ആശ, നമുക്ക് വേണ്ട ഒരു കാഴ്ചപ്പാട് ഞാൻ പറയുന്നു, ഞാൻ ഈ നമ്മൾ നടക്കുന്ന ഒരു റിയാലിറ്റിയെക്കാളും നമ്മളൊരു വിഷൻ ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. ഒരു വിഷനറി, അതായത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ അഥവാ എന്തെങ്കിലും തള്ളോ എന്തെങ്കിലും കുറവോ ഉണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ കുറവായിട്ട് കാണുന്നു. നമ്മുടെ വിഷന്റെ കുറവാണ്, അല്ലെങ്കിൽ നമ്മുടെ പരമ്പരയുടെ ആ ഗുരു കണ്ടെത്തിയ വിഷനിലേക്ക് നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കുറവാണത്. അപ്പം നമ്മൾ ഓരോരുത്തരും ആ കുറവ് മനസ്സിലാക്കി, റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കി നമ്മൾ അതിലേക്ക് റൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എൻ്റെ വിഷൻ പ്രകാരം, ഞാൻ എൻ്റെ വിഷനും കൂടെ ചേർത്തുകൊണ്ടാണ് പറഞ്ഞത്, ഇത്രയും മനോഹരമായ ഒരു സമൂഹം, ഇത്രയും മനോഹരമായ ഒരു സന്യാസി സമൂഹം, അല്ലെങ്കിൽ ഇത്രയും മനോഹരമായ സ്ഥാപനങ്ങൾ, ഇത്രയും കൃത്യനിഷ്ഠയും കാര്യപ്രാപ്തിയും വൃത്തിയും ശുദ്ധിയും അടുക്കും ചിട്ടയും ധാർമ്മിക ബോധവും ഉള്ള ഒരു സമൂഹത്തെ ഞാൻ കണ്ടിട്ടില്ല, എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഗുരുവിൻ്റെ നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ ആശ്രമത്തിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ എല്ലാത്തിനും ഒരു ശ്രദ്ധയും ഇങ്ങനെ ഒരു പവിത്രതയും സൂക്ഷിപ്പും കണ്ടിട്ടുള്ള അതിനെ ഞാനൊരു അതിശയമായിട്ടാണ് കണ്ടത്. അപ്പം അതിൻ്റേതായ തലത്തിൽ ഇപ്പോഴും വികസിച്ചു കൊണ്ടിരിക്കുന്നു, അതിൻ്റേതായ തലത്തിൽ വികസിച്ചു. അഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും കുറവുകളുണ്ട്. അപ്പം ആ കുറവുകളിലേക്ക് നോക്കാതിരിക്കുക എന്നുള്ളതാണ്, അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഈ നന്മയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. നമ്മളെ ഇന്ന് നമ്മുടെ മീഡിയയും എന്താ പറയുന്നത്, നമ്മുടെ ഈ ഒരു സമൂഹം തന്നെ നമ്മളെ എല്ലാം നെഗറ്റീവാക്കി, നെഗറ്റീവിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് നെഗറ്റീവ് നമ്മളിൽ വികസിപ്പിക്കാനുള്ള ഒരു പരിശ്രമം, അതൊരു സാത്താനിക് അല്ലെങ്കിൽ ഡെവിളിസ്റ്റിക് വർക്ക് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ആരുടെയെങ്കിലും എന്ത് നെഗറ്റീവോ ഈ ലോകത്തിലെ എന്ത് കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിൽ ഒരു തരംഗമായി മാറി അത് നമ്മുടെ ഭാഗമായി മാറുകയാണ്. നമ്മൾ പറയുന്ന ഓരോ നെഗറ്റിവിറ്റിയും ഓരോ കുറ്റങ്ങളും ഓരോ കുറവുകളും നമ്മുടെ ഭാഗമായി മാറുകയാണ്. അങ്ങനെ നമ്മൾ അത് സ്വാംശീകരിക്കുകയാണ്.
അപ്പോൾ നമ്മൾ സീരിയസ്, ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ എൻ്റെ കൂടെ ആരെങ്കിലും വന്ന് കുറ്റം പറയുമ്പോൾ നമുക്ക് അയാളെ റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു കുറ്റം അയാൾ മനഃപൂർവ്വം അല്ല, അയാൾ കണ്ട ചില കാര്യങ്ങൾ അയാൾക്ക് അതൊരു കുറ്റമായിട്ടും കുറവായിട്ടും കാണുമ്പോൾ അയാൾ അത് പറയുമ്പോൾ ഞാൻ അയാളെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അയാളോടൊപ്പം ഞാൻ ചേരുന്നു. എന്നാൽ അവസാനം പറയുന്നതാണ് എൻ്റെ കറക്റ്റ് വാക്ക്. കാര്യം അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അതിനോടൊപ്പം ചേരുന്നു. എന്നാൽ ഞാൻ ലാസ്റ്റ് പറയുന്ന സാരമില്ല, ഇനിയിപ്പോൾ എല്ലാം ശരിയാവും. അതായത് ഇതെല്ലാം ഇത് എനർജി വർക്കാണ്. അതായത് നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയെ, നമ്മൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള ഈ നെഗറ്റീവായിട്ടുള്ള എനർജിയെ പോസിറ്റീവാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ജോലി, സ്പിരിച്വൽ പാത്തിലുള്ളവരുടെ ജോലി. അപ്പം ഗുരു നമ്മളെ പഠിപ്പിച്ചപ്പോൾ പൊളിറ്റിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടിയെ വിമർശിക്കുന്നവരുണ്ട്, നല്ലത് ചീത്ത, അല്ലെങ്കിൽ ലോകത്തിൽ നടക്കുന്ന ഗവൺമെൻറ് തലത്തിലുള്ള കുഴപ്പം, സംഘാടക തലത്തിലുള്ള കുഴപ്പം, ലോകത്തിൽ മൊത്തം കുഴപ്പമെന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പം ഗുരു നമ്മളെ പഠിപ്പിച്ചത് ലോകത്തിലെ എല്ലാ നന്മയും കാണാനാണ്. മതങ്ങളിലായാലും പഴയ സിസ്റ്റങ്ങളിലായാലും ആരാധന സമ്പ്രദായത്തിലായാലും മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ എല്ലാ നന്മയും നിങ്ങൾ കാണൂ, അതിനെ സ്വാംശീകരിക്കൂ, തിന്മയെ നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കൂ, അങ്ങനെ നിങ്ങൾ നന്മ വളർത്തിയെടുക്കൂ എന്നാണ് ഗുരു നമ്മളെ പഠിപ്പിച്ചത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ മറ്റ് മതങ്ങളോ അല്ലെങ്കിൽ പിന്നെ മറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസോ ഇതിൻ്റെ ഒന്നും നെഗറ്റീവ്സ് അല്ല, നമ്മളതിൻ്റെ കാര്യം നമ്മളിന്ന് നോക്കി ഈ ലോകത്തിൽ ഇത്രയും കുഴപ്പങ്ങൾ നമ്മൾ പറയുമ്പോഴും എന്തെല്ലാം കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നമുക്കിന്ന് ജീവിക്കാനും വളരാനും വികസിക്കാനും ഒക്കെയുള്ള നമ്മുടെ ഭരണഘടനയും നമ്മുടെ ഭരണ സംവിധാനങ്ങളും നമ്മുടെ എന്തെല്ലാം കാര്യങ്ങൾ നല്ലതായിട്ട് നടക്കുന്നുണ്ട്. അപ്പം ഈ നല്ലതിനോട് താങ്ക്ഫുള്ളായി ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടുവന്ന് നമ്മൾ കൂടുതൽ കൂടുതൽ നന്ദിയുള്ളവരായി മാറുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ ശുദ്ധമാവുകയും നമ്മുടെ ജീവിതം ശുദ്ധമാവുകയും ചെയ്യുന്നു. ഇപ്പം തന്നെ ചില ചാനലുകളുടെ ചില വിമർശനങ്ങളും ക്രിട്ടിക്കലായിട്ട് ചില കുറ്റാരോപണങ്ങളും ഒക്കെ പറയുന്നത് കാണുമ്പോൾ എന്നോട് ചില വ്യക്തികൾ തന്നെ പറയാറുണ്ട്, ഞാനത് കാര്യങ്ങൾ അറിയാൻ വേണ്ടി കാണുകയാണ്. ഞാൻ പറഞ്ഞു ദയവീത് അത് കാണരുതേ. അപ്പം കാര്യങ്ങൾ അറിയാനെന്ന രീതിയിൽ നമ്മളിതെല്ലാം സ്വാംശീകരിക്കുകയാണ്. നമ്മൾ എന്നിട്ട് ആ സ്വാംശീകരിച്ച് ആ മഞ്ഞ കണ്ണുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ലോകം മഞ്ഞയായി പോകും. അപ്പോൾ നമ്മുടെ പ്രൊജക്ടറിലുള്ള ഫിലിംസ് ആണ് നമ്മുടെ മനസ്സ്. അപ്പം നമ്മൾ ഈ ഇത്രയും നെഗറ്റിവിറ്റികളെല്ലാം കേട്ടാൽ നമ്മൾ അത് പ്രൊജക്റ്റ് ചെയ്ത് കാണുന്ന നമ്മുടെ ലൈഫ് തന്നെ സ്പോയിലായി പോകും. പിന്നെ നമ്മുടെ ലൈഫിൽ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇത്തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണാനോ കേൾക്കാനോ നിൽക്കാതെ നമ്മളെല്ലാത്തിൻ്റെയും ഒരു പോസിറ്റീവ് കണ്ടുകൊണ്ട്, ഇനി പോസിറ്റീവ് അല്ലെങ്കിൽ പോലും അതിനെ പോസിറ്റീവാക്കി മാറ്റിക്കൊണ്ട് ആ വിഷനിൽ നമ്മൾ ജീവിക്കണമെന്നാണ് പറയുന്നത്. നമ്മളെല്ലാത്തിൻ്റെയും ഒരു പോസിറ്റീവ് കണ്ട് ആ ഒരു വിഷനിൽ ജീവിച്ച് അത് നടപ്പാക്കുക. അങ്ങനെയുള്ള ഒരു മനുഷ്യ സമൂഹത്തിൽ ഇപ്പോൾ ഗുരു പറഞ്ഞു വെച്ചാൽ ലോകം നമുക്ക് തിരുത്താൻ പറ്റില്ല. ലോകം എന്ന് പറയുന്നത് നമ്മൾ ലോകത്തിലല്ല, ലോകം നമ്മളിലാണ് സ്പിരിച്വലായിട്ട്. അപ്പം ലോകം നമ്മളിലായതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ആ ലോകം നമ്മൾ നന്നാക്കി നല്ല വിഷണറികളായി നല്ല മനുഷ്യരെ സൃഷ്ടിച്ച് ലോകത്തിൻ്റെ നാനാഭാഗത്തും എത്തിച്ചാൽ ലോകം നന്നാവും എന്നുള്ളതാണ്. അപ്പോൾ നല്ലത് കാണാനും കേൾക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു മനുഷ്യ സമൂഹത്തെ ഉണ്ടാക്കാനുള്ളതായിരുന്നു നമ്മുടെ ഗുരുവിൻ്റെ പ്രവർത്തനം. അത് ഒരു തലമുറകളായിട്ട് കൊണ്ടുവരാനാണ് ഗുരു പരിശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആശ പറഞ്ഞ ഇതൊരു തള്ളായിട്ടല്ല ഞാൻ പറഞ്ഞത്, വളരെ സത്യസന്ധമായിട്ടും വളരെ ഹോപ്പ്ഫുള്ളായിട്ടും വളരെ വിഷണറി ആയിട്ടും ഞാൻ വളരെ ഇമാജിനേറ്റീവായിട്ട് ഞാൻ പറയുന്നു, ഇതെല്ലാം നല്ലതിനാണ്, എല്ലാം നല്ലതിലേക്കാണ്. കൂടാതെ ഒരു മിസ്റ്റിക്കൽ പാത്തിൽ വരുമ്പോൾ ആശ്രമം പോലുള്ള സ്ഥലത്ത് കർമ്മങ്ങൾ ഇങ്ങനെ ഇളക്കി വിടുന്ന സ്ഥലത്ത് വരുമ്പോൾ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇളകി പോകുന്നതിൻ്റെ ഭാഗമായി നമ്മൾ കാണേണ്ടി വരും. അതിലും ശ്രദ്ധിക്കരുതെന്നുള്ളതാണ്. അതിൽ ശ്രദ്ധിക്കാതെ പോസിറ്റീവ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മുടെ പാത്ത്, ആ ശ്രമം എന്ന് പറയുന്ന പാത്ത് എന്താണെന്ന് മനസ്സിലായാൽ നമ്മുടെ ദൃഷ്ടി എവിടെ ഉറപ്പിക്കണമെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം അവിടെ അവസാനിക്കുന്നതാണ്. ശരി. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പം നമ്മുടെ ഗുരു, ഫൗണ്ടർ ഗുരു വിഭാവനം ചെയ്ത പോലെ തന്നെയാണോ ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ഗുരുവിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ, ഗുരുസ്ഥാനിയാണ്. അപ്പോൾ ഗുരു വിഭാവനം ചെയ്ത പോലെയുള്ള അതേ പ്രവർത്തനങ്ങളും ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ആശ്രമം ഉയരുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ അതനുസരിച്ചാണോ നടക്കുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ ഫൗണ്ടർ ഗുരു വിഭാവനം ചെയ്ത കാര്യങ്ങൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പരിണമിച്ചു കൊണ്ടിരിക്കുന്നു. കൂടുതൽ വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ആ സങ്കല്പത്തിൻ്റെ മഹിമയും അതിൻ്റെ ധന്യതയും അതിൻ്റെ മനോഹാരിതയും എല്ലാം നമ്മൾ ഓരോരുത്തരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓരോ സാഹചര്യത്തിലും ഓരോ സമയത്തും നമ്മൾ അതിൻ്റെ ദൈവികതയും അതിൻ്റെ വലിപ്പവും അതിൻ്റെ വികാസവും എല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ
നമ്മുടെ ആദി ഗുരു വിഭാവനം ചെയ്ത കാര്യങ്ങളുടെ മഹിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ഇനി അത് കാണാനിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. അപ്പോൾ ശ്രീ അങ്ങനെയാണെങ്കിലേ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഇന്നാളെ ഒരാൾ പറഞ്ഞല്ലോ നമ്മളടുത്ത് തന്നെ, നമ്മുടെ ആദ്യത്തെ നമ്മുടെ ഗുരുവിൻ്റെ ആ ഒരു സ്നേഹം ഇപ്പം നമുക്ക് ആ സ്നേഹം അതുപോലെ കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഗുരു തന്നെ ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് ആര് വരും, അല്ലെങ്കിൽ രണ്ടാമത്തെ ഗുരുവായിട്ട് ആര് വരും എന്ന് ഗുരു നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഈ കുഴപ്പങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇന്നത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നല്ലോ എന്ന് ഒരാൾ ശ്രീയുടെ ചോദിക്കുന്നത് ഞാൻ കേട്ടു. അപ്പൊ അതെന്താ അങ്ങനെ? അതായത് നമ്മുടെ ഇപ്പോൾ ഫൗണ്ടർ ഗുരുവിൻ്റെ ഒരു കാലഘട്ടം, അതിനുശേഷം ഉണ്ടായ ചില സാഹചര്യങ്ങൾ. അപ്പോൾ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ, ഞാനിപ്പോൾ വളരെ മനോഹരമായിട്ട് അല്ലെങ്കിൽ വളരെ ഉയർന്ന ആധ്യാത്മിക മൂല്യങ്ങളുള്ള സന്യാസി വര്യന്മാരെയും ഗൃഹസ്ഥന്മാരെയും കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഗുരു പിന്നെ പണ്ട് കാലങ്ങളിൽ സ്ത്രീകളെയും ഗൃഹസ്ഥരെയും ആധ്യാത്മിക വിഷയങ്ങളിൽ അടുപ്പിച്ചിരുന്നില്ല. അപ്പോൾ ഗുരു അവരെ അടുപ്പിച്ചു. അപ്പോൾ അവരെ ഈ വിഷയത്തിൽ അടുപ്പിച്ചപ്പോൾ അതിൻ്റേതായ ഒരു നെഗറ്റിവിറ്റി ഉണ്ടായി. അവരിൽ നിന്ന് തന്നെ ആദ്യകാലത്തുള്ള ഒരു ഭൂരിഭാഗമല്ല, വളരെ കുറച്ച് പേരിൽ നിന്നും, കുറച്ച് ഈ സ്ത്രീകളായാലും ഗൃഹസ്ഥന്മാരായാലും സന്യാസിമാരിൽ നിന്നും ചില ഈ പറയുന്ന ഈ സെക്കൻഡ് ഗുരുവിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ മനസ്സിലാക്കാത്തവർ, അല്ലെങ്കിൽ ഗുരു എന്ന് പറയുന്ന ആ സോഴ്സിനെയാണ്, അല്ലെങ്കിൽ ശരീര മനസ്സുകളെ അല്ല, ആ സോഴ്സ് പ്രവർത്തിക്കുന്ന ശരീര മനസ്സ് തന്നെയാണ് ഗുരു എന്ന് നമ്മൾ പറയുന്നതെന്ന് മനസ്സിലാക്കുന്നതിലുള്ള ഒരു വിഷമം, അല്ലെങ്കിൽ ആധ്യാത്മികമായി ഉണർന്നു പോകുമ്പോൾ വണ്ണസ് എല്ലാം ഒന്നാകുന്ന ഒരു തലമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നതിൽ ഒരു തെറ്റ് പറ്റിപ്പോയ കുറച്ച് പേരിൽ നിന്നും ചില എന്താ പറയുന്ന തടസ്സങ്ങളും എതിരഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ ഈ സെക്കൻഡ് ഗുരുവിൻ്റെ ഒരു പ്രവർത്തനത്തെ അത് ബാധിച്ചു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ സീനിയർ ആയിട്ടുള്ള കുറേ സന്യാസിമാരും അല്ലെങ്കിൽ ഗൃഹസ്ഥന്മാരും ഒക്കെ ഈ രീതിയിലൊരു സംശയത്തിൻ്റെ നിഴലിൽ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ ഒരു എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റേതായ തടസ്സം. അപ്പോൾ ഗുരുവിനെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഗുരുസ്ഥാനിയായിട്ടുള്ള ഇപ്പോഴുള്ള ഗുരുസ്ഥാനിയെ ഇത് നമുക്കെല്ലാവർക്കും ഒരു പഠനമായി മാറേണ്ട കാര്യങ്ങളാണ്, ഈ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. ഇപ്പം ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ ഇത്രയും എന്താ പറയുന്ന ത്യാഗം, അവിടുത്തെ ത്യാഗം ഞാൻ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ്റെ ത്യാഗം. ഇപ്പോൾ നമ്മുടെ ഫൗണ്ടർ ഗുരുവിന് അന്നത്തെ കാലഘട്ടത്തിലുണ്ടായ ചില വിഷമങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ സമൂഹത്തിലുണ്ടായിരുന്നവരിൽ നിന്ന് പൂർണ്ണമായ ഒരു അംഗീകാരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു വിഷമം കിട്ടിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ പഴയ ആൾക്കാർക്ക് ഇത് എതിർക്കുന്ന ഒരു സ്വഭാവം വരികയും ഈ പറയുന്ന വലിഞ്ഞു കയറി അവിടെ ഇരിക്കുന്ന പോലത്തെ ഒരു വിഷമം ഉണ്ടാവുക. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു ത്യാഗം. ഒരാൾക്ക് വേണമെങ്കിൽ സാധാരണ ഒരു മനുഷ്യന് ഇട്ടെറിഞ്ഞിട്ട് പോകേണ്ടതാണ്. പക്ഷേ തന്നിലൂടെ അതല്ലെങ്കിൽ തൻ്റെ ഉള്ളിൽ ഈ വെളിച്ചം ഇരിക്കുമ്പോൾ ഈ വെളിച്ചത്തിനെ ഉള്ള ആൾ പ്രവർത്തിക്കണമെന്നുള്ളൊരു ബോധമുള്ളപ്പോൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടായ ഒരു ത്യാഗവും അതിൻ്റെ ഒരു വിഷമവും, പിന്നെ ഈ വാക്കിനെ മാനിക്കാതെ വരുമ്പോൾ ഗുരുവിന് ഉൾവലിയേണ്ടി വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പൊതുവെ നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ എന്താണ്, നമ്മളെല്ലാവരും നമ്മുടെ എന്തെങ്കിലും ഒരു വാക്ക് കാര്യം സാധിക്കാനോ അല്ലെങ്കിൽ ഒരു സിദ്ധിയോ അത്ഭുതമോ ഒക്കെയാണ് ആധ്യാത്മിക രംഗത്ത് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഗുരുമാർഗത്തെ സംബന്ധിച്ച് ഞാനിപ്പോൾ പൊതുജനങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ സാധാരണ സ്വഭാവത്തിലുള്ളവർക്ക് അതെല്ലാം അത്തരം കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവ്യമാകുമായിരിക്കാം, അല്ലെങ്കിൽ ആകുന്നുണ്ട്. ഒരുപാട് പേർക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്, അത് ഞാൻ മാനിക്കുന്നു. പക്ഷേ റിയൽ ആയിട്ടുള്ള ഒരു ഗുരു പരമ്പരയിൽ ഇപ്പോൾ കാര്യങ്ങൾ സാധിക്കുന്നതോ സാധിക്കാത്തതോ, ഇപ്പോൾ ഒരു സോളിൻ്റെ നമ്മളൊരു സോള് നോക്കി ആ സോളിലുള്ള ഇപ്പോൾ നെഗറ്റീവ് കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ടാക്കി ആ സോൾ ആ കർമ്മത്തിൽ നിന്ന് മോചിതനാകാൻ ശ്രമിക്കും. പോസിറ്റീവ് കർമ്മം ഉണ്ടെങ്കിൽ പോസിറ്റീവ് സിറ്റുവേഷൻ ഉണ്ടായി ആ കർമ്മങ്ങളിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും മോചിക്കാൻ സോൾ എപ്പോഴും മുക്തനാവാൻ ശ്രമിക്കും. അതിൻ്റെ ഫലമാണ് നമ്മുടെ ജീവിതം. അപ്പം ഈ സോളിനെ പോലെ തന്നെ ഗുരുവിനും ഒരാളെ മുക്തനാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ മുക്തനാക്കാനായിട്ട് പ്രവർത്തിക്കുമ്പോൾ കാര്യങ്ങൾ നടക്കുകയോ നടക്കാതിരിക്കുകയോ, സംഭവിക്കുകയോ സംഭവിക്കാതിരിക്കുകയോ, സിദ്ധിയോ അത്ഭുതമോ അതൊന്നുമല്ല, ഈ സോളിനെ മോചിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഉണർത്തി നിങ്ങളുടെ ഫ്രീഡത്തിലേക്ക് സത്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സിൽ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സന്യാസി വര്യന്മാരെല്ലാം
അല്ലെങ്കിൽ പഴയ ഗൃഹസ്ഥന്മാരെല്ലാം അവരുടെ ജീവൻ കൊണ്ട് വളരെ ഉയർച്ച നേടി. ഇപ്പൊ ജീവൻ സാധാരണഗതിയിൽ ഒരു സോള് നാച്ചുറലായിട്ട് പരിണമിക്കുന്ന അവസരത്തിലാണെങ്കിൽ, നാച്ചുറലായിട്ട് പരിണമിക്കുമ്പോൾ ആ ജീവന്റെ നാച്ചുറൽ പരിണാമത്തിനനുസരിച്ചുള്ള മനസ്സിന്റെ വികാസവും നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാവും. പക്ഷെ ഒരു ഗുരുവിന്റെ അടുത്ത് വരുമ്പോൾ വളരെ ക്വിക്കായിട്ടാണ് പരിണമിക്കുന്നത്. അപ്പൊ ജീവന്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് മനസ്സ് പരിണമിക്കണമെന്നില്ല എല്ലാവർക്കും. അപ്പൊ നാച്ചുറലായിട്ട് ഒരുപാട് പേർക്ക്, പല പല സന്യാസിമാർക്ക് അവരുടെ മനസ്സ് അവരുടെ ജീവന്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് പരിണമിക്കാത്തത് കൊണ്ട് അവർക്ക് ചില അപജയങ്ങൾ, വിഷമങ്ങൾ, ഡിപ്രഷൻ, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ, സംശയങ്ങൾ, അത് ഗൃഹസ്ഥന്മാർക്കും സന്യാസിമാർക്കും ഉണ്ടായിപ്പോയി എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് മോശപ്പെട്ടവരല്ല, അവരുടെ ജീവൻ കൊണ്ട് അവർ വളരെ ഉയർന്ന അവസ്ഥയിലാണ്. എന്നാൽ അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അവരുടെ മനസ്സിന് അത് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പം മനസ്സിന് ദൈവികമായ ഈ സൽഗുണങ്ങളെല്ലാം നിറയ്ക്കാൻ നമ്മൾ പഠിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ദൈവികമായി ഞാൻ ഈ പറഞ്ഞ എല്ലാ പോസിറ്റീവ് കാണാനും, സ്നേഹിക്കാനും, ക്ഷമിക്കാനും, ശത്രുവിനോട് പോലും ക്ഷമിക്കാനുള്ള ആ ഒരു മനസ്സിലൂടെയാണ് മനസ്സ് സ്വതന്ത്രമാകുന്നത്. അപ്പോൾ അങ്ങനെ സ്വതന്ത്രമാകുന്ന ഒരു മനസ്സിലൂടെ, അങ്ങനെ എല്ലാ രീതിയിലും സ്വതന്ത്രമായി അവർ ആ ജീവന്റെ വളർച്ചയിലേക്ക് ഉയർന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർക്ക് ഈ ഒരു ഗുരുമഹിമയെ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ സ്വയം താൻ തന്നെ തൻ്റെ ശത്രുവാകുന്ന ഒരു അവസരത്തിൽ, ആ ഒരു അവസ്ഥയിലാണ് ഒരുപാട് പേര്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പിരികം ചുളിച്ച് വളരെ ഡിസ്റ്റർബ്ഡായി വളരെ വിഷമിച്ചൊക്കെ കഴിയുന്ന ആൾക്കാർ ജീവൻ കൊണ്ട് ഉയർന്നവരാണ്. പക്ഷെ അത് മനസ്സുകൊണ്ട് അവർക്ക് ഈ ജന്മം അത് അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ അറിയണമെന്നുണ്ടെങ്കിൽ ദ എനിമി ഈസ് നോട്ട് ദി അതർ, യു ആർ ദ എനിമി. അപ്പം നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ ആ എനിമിയെ നമ്മൾ സമർപ്പണം ചെയ്യാൻ തയ്യാറാവണം. ഗുരുവിൻ്റെ മുമ്പിൽ അത് സമർപ്പണം ചെയ്യാൻ തയ്യാറാവണം. അപ്പം അതിൽ പലർക്കും, അത് സീനിയേഴ്സ് ആയിട്ടുള്ള പലർക്കും, സന്യാസിമാർക്കാവട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗൃഹസ്ഥന്മാർക്ക് പലർക്കും അത് കഴിയുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ കഴിയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് തന്നെയാണ് അവരുടെ വിഷമം. അവർക്ക് ആ ഒരു ഗുരുമാർഗത്തിൽ ഒരുപക്ഷെ അവർ ഈ തോൽവി അല്ലെങ്കിൽ ഈ സമർപ്പണം അതാണ് അവരുടെ ജയം. അപ്പൊ ഗുരുമാർഗത്തിൽ നമ്മൾ വിചാരിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇതൊരു മിസ്റ്റിക്കൽ സ്കൂളാണ്. ഇത് വെറും എന്താ പറയുന്ന ഒരു ആരാധന സമ്പ്രദായമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്തോ അല്ല. ഇതൊരു സ്കൂളാണ്, ഒരു പരിവർത്തനത്തിനുള്ള ഒരു സ്കൂളാണ്. അപ്പൊ ആ സ്കൂളിൽ വന്ന വ്യക്തികളെല്ലാം ഈ ഗുരുവിന്റെ, അത് ആദ്യത്തെ ഗുരുവോ രണ്ടാമത്തെ ഗുരുവോ നോക്കാതെ പരമമായ ഗുരുവിനെയാണ് താൻ വണങ്ങുന്നത് എന്നുള്ള മനസ്സുകൊണ്ട് വണങ്ങുമ്പോൾ, തൻ്റെ അഹന്തയെ അവിടെ സമർപ്പിക്കുമ്പോൾ, തൻ്റെ ആ തോൽവി അവിടെ സംഭവിക്കുമ്പോൾ ആ തോൽവിയിൽ നിന്ന്, തന്നിൽ നിന്നുള്ള ആ ഫ്രീഡത്തിൽ നിന്ന്, തൻ്റെ മനസ്സിൽ നിന്നുള്ള ആ ഫ്രീഡത്തിൽ നിന്നാണ് അവർ ആനന്ദത്തിലേക്കും സംതൃപ്തിയിലേക്കും ശാന്തിയിലേക്കും ആ ദൈവികമായ ഉയർച്ചയിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ അതില്ല, ഒരു ശാപം പോലെ. ഇപ്പം നമ്മൾ ശാപം എന്ന് പറയുമ്പോൾ ആരെങ്കിലും ശപിക്കുന്നു എന്നുള്ളതല്ല. പ്രകൃതിയിൽ ഒരു പ്രതിഭാസമുണ്ട്. കളക്റ്റീവായിട്ട് മനുഷ്യരാശിയിൽ ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ അതിൻ്റെ സ്റ്റെയിനെ കളയാൻ വേണ്ടി അതിന് ഓപ്പോസിറ്റ് ആയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. മനുഷ്യന്റെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റ്. അപ്പോൾ മനുഷ്യന്റെ കോൺഷ്യസ്നെസ്സിൽ തെറ്റ് സംഭവിക്കുമ്പോൾ ഇതിനെല്ലാം ഓപ്പോസിറ്റ് ആയിട്ടുള്ള അനുഭവം വന്ന് മനുഷ്യൻ കഷ്ടപ്പെടുകയാണ്. മനുഷ്യൻ ഇങ്ങനെ ഒരുപാട് പേര് ആ രീതിയിൽ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഞാൻ കാണുമ്പോൾ അത് പോസിറ്റീവാണ്. അപ്പോൾ ഇത് ഇങ്ങനെ പഴയ ഒരു വിഭാഗത്തിൽ നിന്ന് ഇങ്ങനെ സംഭവിച്ചു. അതുകൊണ്ടാണ് ആ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഉൾവലിയേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ചിലർ പറയും ഗുരു സംസാരിക്കും. ഇപ്പോൾ ഒരു ഗുരുവിൻ്റെ വാക്ക് നമ്മളെ സക്സസ് ആക്കാനോ അല്ലെങ്കിൽ നമുക്ക് ശരി നടപ്പാക്കാനോ തെറ്റ് നടപ്പാക്കാനോ അല്ല. ഗുരുവിൻ്റെ വാക്കുകൾ നമ്മുടെ ജീവനിലേക്ക് ഉയർത്താനുള്ളതാണ്. അപ്പോൾ ആ വാക്കുകൾ പറഞ്ഞാൽ പോലും അതിനെ മാനിക്കാൻ കഴിയാത്തൊരു സ്വഭാവമുള്ളതുകൊണ്ട് ഗുരു സംസാരിക്കുന്നില്ല. ഇപ്പോൾ ഗുരു പലപ്പോഴും നിശബ്ദമായി ഇരുന്നുകൊണ്ട് ആ സന്നിധിയിൽ ആൾക്കാർക്ക് പറയാനുള്ളൊരു അവസരമാണ് ഗുരു കൊടുക്കുന്നത്. നമ്മളെടുത്ത് അത് ആ തിരിച്ചൊരു വാക്ക് തന്നാൽ ആ വാക്കിന്റെ സക്സസിനെയാണ് നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു സക്സസിനെയാണ്. ഗുരുമാർഗത്തിൽ വന്നിട്ട് നമ്മൾ അത് ശരിയായോ, സക്സസ് ആയോ, തെറ്റായോ, അതല്ല. ആ വാക്കിലൂടെ നമുക്ക് വരുന്ന തെറ്റും ശരിയും നമ്മുടെ വിജയമാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവന്റെ മോചനമാണ്. അപ്പോൾ എപ്പോഴും ശരിയായിരിക്കണമെന്നില്ല. നമ്മൾ ശരിയെന്ന് വിചാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സക്സസ് ആയിരിക്കില്ല നമ്മുടെ ജീവനെ മോചിപ്പിക്കുന്നത്. അപ്പം ജീവനെ ഈ രീതിയിൽ വലയം ചെയ്തിരിക്കുന്ന ഈ കർമ്മത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിലൂടെയാണ് ആത്മശാന്തിയിലേക്കും സമാധാനത്തിലേക്കും ഉയർച്ചയിലേക്കും സക്സസ്സിലേക്കും യഥാർത്ഥ ഹാപ്പിനെസ്സിലേക്കും നമ്മൾ വളരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ സ്നേഹം പഴയതുപോലെ കിട്ടുന്നില്ല അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ഗുരുവിന് കഴിയുന്നില്ല എന്നുള്ളൊരു സാഹചര്യം നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഫലമാണ് അങ്ങനെയുള്ളൊരു കാര്യം. പിന്നെ ഗുരുവിനെ എന്തുകൊണ്ട് ആദ്യമേ പറഞ്ഞുകൂടാ എന്ന് ചോദിക്കുന്നു. അതിപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആശ്രമത്തിൻ്റെ ഒരു ചരിത്രം തന്നെ നമ്മൾ എടുത്താൽ, ഇപ്പോൾ അരവിന്ദ മഹർഷി 1926 ശ്രീകൃഷ്ണനാൽ അനുഗതനായ ഒരു അതിമാനസ തേജസ് ഭൂമിയിലേക്ക് അവരോഹണം ചെയ്യുന്നതായിട്ട് ഒരു ദർശനം പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആശ്രമത്തിലായാലും ഒരു ദർശന സ്വഭാവത്തിൽ എന്താണ്,
ശ്രീകൃഷ്ണനാൽ അനുഗതനായി ഈ ഒരു ജീവൻ ഭൂമിയിലേക്ക് ജനിക്കുകയും ശ്രീകൃഷ്ണ പരമാത്മാവ് ഈ ജീവൻ്റെ ഈ കുഞ്ഞിൻ്റെ നെഞ്ചിൽ എപ്പോഴും ഒരു സൂക്ഷിപ്പായിട്ട് ഒരു 10 വയസ്സ് വരെ ഉണ്ടായിരിക്കുകയും ആ ആത്മാവ് സംസാരിക്കുന്നത് മാത്രമാണ് ഈ കുഞ്ഞിന് സംസാരിക്കാൻ പറ്റുന്നത്. ആ രീതിയിലൊരു സൂക്ഷിപ്പുണ്ടായിരിക്കുകയും അതിനുശേഷം അതിൻ്റെ വളർച്ച പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അതിന് ഈ ലോകത്തിൻ്റെ സകല ആരാധനാ സമ്പ്രദായങ്ങളും രീതികളും എല്ലാം പഠിക്കാനും അതിൻ്റെ ശരി തെറ്റുകളും അതിൻ്റെ പരാജയങ്ങളും വിജയങ്ങളും എല്ലാം കഷ്ടതകളും എല്ലാം മനസ്സിലാക്കാനും അതിന് അവസാനം പിന്നെ ഇതൊന്നും ആഗ്രഹിച്ച് വന്നതല്ല എന്നുള്ളൊരു പൊസിഷനിൽ ആ ഒരു സമാധിയിലേക്ക് ലയിച്ചു പോകാൻ പോയപ്പോൾ വീണ്ടും ആ പരമാത്മാവിൻ്റെ ഒരു ദർശനമുണ്ടാവുകയും നിങ്ങളുടെ ഗുരുവിൽ ഇന്ന രീതിയിലാണിത് ഉള്ളത് എന്നെല്ലാം പറഞ്ഞു തരികയും അപ്പോൾ നമുക്കിത് ആദ്യമേ പറഞ്ഞു തരുന്നിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമായിരുന്നു. അപ്പം അവിടെയാണ് ഇത് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്രയും കഷ്ടതകളിലും ഇത്രയും പ്രശ്നങ്ങളെയും കടന്നു വന്ന ഒരു ഗുരു ഉണ്ടാവില്ല. അപ്പോൾ ആ ഗുരുവിന് മാത്രമേ മറ്റുള്ളവരെ ഈ ഒരു തലത്തിലേക്ക് ഉണർത്തിയെടുക്കാൻ പറ്റൂ. അപ്പോൾ ഗുരുവിനെ എല്ലാ രീതിയിലും വളർത്തിയെടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെ ഒരു ഗുരുവിനെ സൃഷ്ടിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ നാച്ചുറലി ഇപ്പോൾ ശിഷ്യപൂജിതയെ ആദ്യമേ തന്നെ ഗുരു അറിയിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ഗുരു അവിടെ ഉണ്ടാകില്ല. അപ്പോൾ ആ ഗുരുവിനെ വളർത്തിയെടുക്കാൻ, ഗുരു ആക്കി മാറ്റാൻ ഈ വിഷമങ്ങളും ഈ ദുഃഖങ്ങളും ഈ പ്രശ്നങ്ങളും ഈ പ്രോബ്ലംസും എല്ലാമാണ് അതിനെ അതിവർത്തിച്ച് വികസിച്ച് വളർന്നു വരുന്നതാണ് ഒരു ഗുരു ആക്കി മാറ്റുന്നത്. അത് ആ ഗുരുവാക്കി മാറ്റിയ ബോധത്തിനാണ് ബാക്കിയുള്ളവരുടെ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം കടത്തി ഒരു ഗുരുവാക്കി ഉണർത്തി ഗുരുക്കന്മാരെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ശിഷ്യന്മാരെ ഉണ്ടാക്കാൻ കള്ള സന്യാസിമാരാണ് ശ്രമിക്കുന്നത്. ഗുരുക്കന്മാരെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അപ്പം ഓരോരുത്തരെയും തൻ്റെ മുന്നിൽ വരുന്നവരെ ആ ഗുരുബോധത്തിലേക്ക് ഉണർത്താനായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ രീതിയിലുള്ള ഒരു പരിണാമത്തിലൂടെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പരിണാമം അവിടെ സംഭവിച്ചു. ഒരു പക്ഷേ ആദ്യമേ ഇതെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പരിണാമമോ ഇങ്ങനെ ഒരു ഗുരുസ്ഥാനമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയോ അവിടെ ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു സംശയമുണ്ട്. അതായത് ഞാനിങ്ങനെ ഒരു ഗുരുവാണി കേട്ടിട്ടുണ്ട്. അതായത് ഒരു മഠാധിപതി എങ്ങനെയായിരിക്കണം, ഇപ്പോൾ ഗുരുവിൻ്റെ കാലശേഷം ഒരു മഠാധിപതിയുടെ സ്ഥാനത്ത് അത് എങ്ങനെ വരണം, 2-3 പേരൊക്കെ വന്ന് അല്ലെങ്കിൽ അത് മാറി മാറി വരണം, അങ്ങനെയൊക്കെ ഗുരു തന്നെ പറയുന്ന ഒരു ഗുരുവാണി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എന്താ ശ്രീ പറയുന്നത്? അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഗുരുവിൻ്റെ ഒരു പ്രവർത്തന രീതികളെ കുറിച്ച് മനസ്സിലാക്കണം. ഇപ്പോൾ നിത്യവൃത്തിയിലുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ച് ഗുരു അങ്ങനെ പറയുമ്പോൾ തന്നെ അതിലൊരു സൂത്രം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇപ്പോൾ ഈ മിസ്റ്റിക്കലായിട്ടുള്ള ആധ്യാത്മിക ഗുരുക്കന്മാർക്ക് ചില പ്രത്യേക രീതിയിൽ സംസാരിക്കേണ്ടതും പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ട്. അതായത് അദ്ദേഹം ചിലപ്പോൾ ഒരു സൂത്രം പ്രയോഗിക്കും. അദ്ദേഹം അത് എന്തിനാണ് ആ സൂത്രം പറയുന്നത് അല്ലെങ്കിൽ എന്ത് പരിവർത്തനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഗുരുവിന് മാത്രമേ പറയാൻ പറ്റൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഗുരുക്കന്മാരെപ്പോഴും മാറ്റിയും തിരിച്ചും പറയുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഒരു ഗുരുവിനോട് ഒപ്പം പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകും. കാര്യം ഗുരു ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞ് നമ്മളത് പ്രവർത്തിച്ച് പോകുമ്പോൾ അത് മാറ്റിക്കളയും വേറൊരു രീതിയിൽ. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ മനസ്സിൻ്റെ പാറ്റേൺ പൊട്ടിക്കാനാണ്. ഒരു വ്യക്തിയുടെ ഈ മനസ്സിൻ്റെ പാറ്റേൺ പൊട്ടിച്ചാൽ മാത്രമേ മനസ്സിൽ നിന്ന് അതിവർത്തിച്ച് അയാൾ ഒരു ബോധപ്രാപ്തനായി മാറുകയുള്ളൂ. അപ്പോൾ ഗുരുക്കന്മാരെപ്പോഴും ഇങ്ങനെ ഈ രീതിയിൽ മനസ്സിനെ പൊട്ടിക്കുന്ന സ്വഭാവത്തിലുള്ളതാണ്. അപ്പോൾ ഗുരുവിൻ്റെ ഒരു പ്രവർത്തന രീതി അല്ലെങ്കിൽ ആ ഒരു ഇന്നർ എഞ്ചിനീയറിങ്ങിൻ്റെ ആ ഒരു രീതി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത്തരം സംശയം വരുന്നത്. അപ്പോൾ ഗുരു എന്തിനാണ് അത് പറഞ്ഞതെന്ന് ഗുരുവിന് മാത്രമേ അറിയാവൂ. ഒരു കാര്യം ഉറപ്പാണ്, ഒരു നിത്യവൃത്തിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും ഗുരുക്കന്മാർ പറയാറില്ല. കാര്യം അപ്പോൾ ആ സമയത്ത് തന്നെയാണ് അതിനെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള ഉചിതമായ സമയം. ഒരു ഗുരു എന്ന് പറയുമ്പോൾ പോലും ടൈംലെസ് ആയിട്ട് ഹിയർ നൗ എന്ന് പറയുന്ന ആ സത്യത്തിലൂടെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഗുരു തന്നെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ മനസ്സിലല്ല സംസാരിക്കുന്ന ആ സത്യത്തിൻ്റെ വെളിച്ചത്തിലാണ്. അത് ഉറപ്പിക്കാൻ വേണ്ടി ഗുരു അന്ന് തന്നെ വീണ്ടും വീണ്ടും അത് ദർശനത്തിലൂടെ നോക്കിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഗുരുവിൻ്റെ ആ ഒരു സൂക്ഷ്മ പ്രകാശത്തിൽ നിന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ ഗുരു അങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് അപ്പോൾ ആ നിമിഷങ്ങളിൽ സംസാരിച്ചുകൊണ്ട് വേണം ഓരോ കാര്യങ്ങളെക്കുറിച്ചും തീരുമാനമെടുക്കാൻ. അപ്പം അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഗുരു അങ്ങനെ പറഞ്ഞു, അത് പുതിയ സാഹചര്യത്തിൽ ഇപ്പോൾ ഗുരു തന്നെയാണ് അത് പറയുന്ന. കാര്യം ഗുരുവിൻ്റെ സോഴ്സിൽ ലയിച്ചിരിക്കുന്ന ഒരു ശിഷ്യന് മാത്രമേ ഇത് പറയാൻ പറ്റൂ. അപ്പോൾ ഇതിനകത്ത് പസിൽഡാവുന്ന മനുഷ്യർ നമ്മൾ നമ്മുടെ മനസ്സിനെ ഉണർത്തിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ സത്യത്തിലേക്ക് നമുക്കും അലൈൻ ചെയ്യാനുള്ള ഒരേ ഒരു വഴി. കാര്യം
നമ്മൾ സംശയിക്കുന്നു. ഈ സംശയിക്കുന്ന മനസ്സിനെ കൂടുതൽ സംശയിപ്പിക്കുകയാണ് ഗുരുക്കന്മാർ ചെയ്യുന്നത്. കൂടുതൽ സംശയിച്ച് സംശയത്തിന്റെ അങ്ങേ അറ്റം എത്തിച്ചിട്ട് അവസാനം മനസ്സിനെ കളയേണ്ടി വരുന്നു. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ എന്ത് പ്രശ്നമോ പ്രോബ്ലമോ അതിന്റെ വേരോടെ എടുത്ത് കളയാൻ വേണ്ടി അതിന്റെ മാക്സിമത്തിൽ എത്തിക്കുന്നു ഒരു ഗുരു. അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചും പറയുന്ന ഒരു സ്വഭാവം അത് ഗുരുക്കന്മാർക്കുണ്ട്. ഇപ്പം നമ്മുടെ ഫൗണ്ടർ ഗുരു ആവട്ടെ, ഇപ്പോൾ ശിഷ്യപൂജിത കൂടെ നിന്ന് അന്നത്തെ ശിഷ്യപൂജിതയെ പോലും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സന്യാസിമാരെ പോലും പറ്റിക്കാൻ, ഒരു സൂത്രപരമായി പറ്റിക്കാനും വിഷമിപ്പിക്കാനും അവരെ പരിവർത്തനപ്പെടുത്താനും ഗുരുവിന് കഴിഞ്ഞിരുന്നു. അതെന്തെന്ന് വെച്ചാൽ വിശ്വാസത്തോടെ കൂടെ നിൽക്കുന്ന അനേകം ശിഷ്യന്മാരുണ്ടായിരുന്നു. ആരും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല. എന്താണ് ഗുരു പറഞ്ഞതെന്നോ പ്രവർത്തിച്ചതെന്നോ എന്തിനാണ് ഇത് ചെയ്തതെന്നോ അവർ പറയാത്ത സാഹചര്യത്തിൽ ഇയാളെ ആ ഒരു വിഷമത്തിലൂടെ കടത്തിക്കൊണ്ടുവരാനും അയാളെ പലവിധ വിഷമങ്ങളിലൂടെ കടത്തിക്കൊണ്ടുവന്ന് അയാളുടെ ആ ജീവന്റെ ആ ഘട്ടം കടത്തി അയാളെ മോചിപ്പിക്കുന്ന ഒരു സ്വഭാവം ഗുരുവിനുണ്ടായിരുന്നു. അത് അന്ന് ശിഷ്യപൂജിതയോട് പോലും തൊട്ടടുത്ത് നിൽക്കുന്ന എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ശിഷ്യപൂജയോട് പോലും ഗുരുവിന് പ്രവർത്തിക്കാൻ കഴിച്ചിരുന്നു. അത് ജന്നിക്ക് അത് മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ അത്ര സൂക്ഷ്മമായ സൂത്രങ്ങൾ ഉപയോഗിച്ചിരുന്ന ആളാണ് ഗുരു. അതേ സൂത്രങ്ങൾ ഇപ്പൊ ശിഷ്യപൂജിത പ്രവർത്തിക്കുമ്പോൾ ഒരു പക്ഷേ കുറേ പേരെങ്കിലും ഒരു സംശയാലുക്കളായിട്ട് വിശ്വാസ സ്വഭാവത്തിൽ വരാതെ വന്നപ്പോൾ ആ സൂത്രങ്ങൾ പൊളിയുകയാണ്. അപ്പോൾ ഗുരുക്കന്മാരുടെ ആ ഒരാളുടെ കർമ്മത്തെ ഇളക്കുന്ന സൂത്രങ്ങളുടെ കൂടെ നിൽക്കാൻ ശിഷ്യ പരമ്പരയ്ക്ക് അറിവോടുകൂടി ശിഷ്യ പരമ്പര ഉണ്ടാകുമ്പോഴാണ് ഈ ഗുരുമാർഗം എന്നുള്ള രീതിയിൽ ആശ്രമ സ്വഭാവത്തിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം ശരിയായി സംഭവിക്കുന്നത്. അപ്പോൾ ഗുരുക്കന്മാർ എന്തിനിങ്ങനെ പറഞ്ഞു, മാറ്റിയും തിരിച്ചും പറയുന്നു. ഗുരുക്കന്മാരെ അപ്പപ്പോഴാണ് പറയുന്നത്, എല്ലാ കാര്യങ്ങളും അപ്പപ്പോൾ. ഇപ്പൊ പറഞ്ഞതിനെ നാളെ അവർ മാറ്റിയും പറയും. അപ്പൊ അതുകൊണ്ട് അവരുടെ വാക്കുകളെ നമുക്ക് വിശ്വസിക്കാൻ എടുക്കുക. ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എല്ലാം അപ്പോൾ അറിയിക്കും. അല്ലെങ്കിലും നമ്മൾ പറയും വേദങ്ങളും സ്മൃതികളും ശ്രുതികളും എല്ലാം അപ്പോൾ കിട്ടുന്നതാണ്, എഴുതി വെച്ചിട്ട് അതുപോലെ പോവല്ല. അതില് അങ്ങനെ പോകുന്ന മനസ്സിന്റെ രീതിയാണ്. അപ്പൊ മനുഷ്യർ, ഉറങ്ങുന്ന മനുഷ്യർ, അല്ലെങ്കിൽ നമ്മൾ മതങ്ങളും എല്ലാ ആചാര്യന്മാരും സത്യമായിട്ട് ഇത് കൊണ്ടുവരുമ്പോൾ ഉറങ്ങുന്ന മനുഷ്യർ അവരുടേതായ നിർവചനങ്ങളും അവരുടേതായ സംഹിതകളും കൊണ്ടുവന്ന് ഉറക്കത്തിലേക്ക് ലയിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഗുരുക്കന്മാർ ഉണർത്താൻ ശ്രമിക്കുന്നതുകൊണ്ട് അവർക്ക് എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും. ഈ മനസ്സിന്റെ പാറ്റേൺ പൊട്ടിക്കാൻ വേണ്ടി അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗുരു പറഞ്ഞ പഴയ കാര്യങ്ങൾ, അതായത് നിത്യവൃത്തിയിൽ അന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞ കാര്യങ്ങളല്ല ഇന്നത്തെ സാഹചര്യത്തിൽ. ഇന്നത്തെ കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നു. ഇനി നാളെ അടുത്ത തലമുറയിൽ ഒരു ഗുരു വന്നാൽ ഇപ്പോഴുള്ള ഗുരു പറഞ്ഞതായിരിക്കില്ല അന്ന് എടുക്കേണ്ടത്. ആ ഗുരു എന്താണോ അപ്പോൾ പറയുന്നത് അത് മാത്രമേ എടുക്കാവൂ. അതാണ് അപ്പോൾ പറയുന്നത് മാത്രമേ എടുക്കാവൂ. അത് ഇപ്പോൾ ഇനി ഈ ഗുരു പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ ഗുരുവിനെ മാനിക്കുന്നതിൻ്റെ ഭാഗമല്ല അത് മാനിക്കുന്നത് നമ്മൾ ഈ മനസ്സിൽ പഴയ കാര്യങ്ങൾ വെച്ചുകൊണ്ടല്ല മാനിക്കേണ്ടത് നമ്മൾ ഹിയർ നൗ എന്ന് പറയുന്ന സത്യത്തിനെയാണ് മാനിക്കേണ്ടത്. അപ്പോൾ സത്യത്തിനെ മാനിക്കുന്നു, സത്യത്തിനെ വിശ്വസിക്കുന്നു ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ സത്യത്തിനെ, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തെ, നമ്മുടെ ഗുരുവിനോടുള്ള ബഹുമാനത്തെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗുരുവിനെ നമ്മൾ ഹിയർ നൗ ആയിട്ടുള്ള സത്യത്തിൽ വിശ്വസിക്കുക. അതിൽ നിന്ന് വരുന്ന വാക്കിനെ സത്യമായിട്ടെടുക്കുക. അത് ദൈവമായിട്ടും അതിലേക്ക് പോകണമെങ്കിൽ നമ്മൾ വരിക്കും വാക്ക് പറയുമ്പോൾ ആ വാക്ക് സത്യമായിട്ടാണ് മാറുന്നത്. അതാണ് നമ്മുടെ അർത്ഥം. വാക്ക് സത്യമായിട്ടല്ല, വാക്ക് ദൈവമായിട്ടാണ് നമ്മളെ എത്തിക്കുന്നത്. വാക്കാണ് സത്യം, സത്യമാണ് ഗുരു, ഗുരുവാണ് ദൈവമെങ്കിൽ വാക്ക് നമ്മളെ നേരിട്ട് ദൈവത്തിലേക്കാണ് എത്തിക്കുന്നത്. അല്ല വാക്ക് നമ്മളെ ഈ ലോകത്തിലെ എന്തെങ്കിലും സത്യം കാണിച്ചു തരികയല്ല ചെയ്യുന്നത്, നമ്മളെ ദൈവത്തിലേക്ക് എത്തിക്കുന്നു. അത് ചിലപ്പോൾ നമ്മൾ ആ വാക്ക് തെറ്റെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും, ശരിയെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഗുരുമാർഗങ്ങളിലെ മിസ്റ്റിസിസമാണ്. അപ്പോൾ അതെന്താണ്, അത് ഗുരുക്കന്മാരുടെ സൂത്രങ്ങളും അല്ലെങ്കിൽ ഗുരുക്കന്മാർ ഇത് പറഞ്ഞു വെക്കുന്ന രീതികളും ഇതെല്ലാം നമുക്ക് ഒരിക്കലും നമ്മുടെ ഒരു നിർവചനങ്ങളിൽ നിൽക്കില്ല. പിന്നെ ഇപ്പോൾ ചിലരെല്ലാം ഇപ്പോൾ അധികാര സ്വഭാവത്തിൽ വരുന്നവർ മാറിക്കൊണ്ടിരിക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ അന്നത്തെ ഒരു ആശ്രമത്തിനെ ഇപ്പോൾ ഇന്നത്തെ ഈ നിലയിൽ ഇത്രയും വികസിച്ച, ഇത്രയും എല്ലാ സ്ഥലങ്ങളിലും പടർന്ന് പന്തലിച്ച് ഇത്രയും ബ്രാഞ്ചുകളും എല്ലാമായി ഒരു വലിയ ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നത് അതെല്ലാം രണ്ടാമത്തെ ഗുരുവിന്റെ ഒരു കാലഘട്ടത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇത്രയും ഒരു ത്യാഗ സ്വഭാവത്തിൽ, ഇത്രയും ഞാൻ ഒന്നുമല്ല എന്നുള്ളൊരു ഭാവത്തിൽ ഇരുന്നുകൊണ്ട് ആ ഗുരുവിൻ്റെ ഊർജം നമ്മളെ സഹായിച്ചു എന്നുള്ളതാണ്. ആ വലിപ്പത്തിലേക്ക് വളരാൻ അത് നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. ഇനി അപ്പോൾ നമ്മൾ ചോദിക്കും, നമ്മുടെ ചെറുപ്പക്കാരായ സന്യാസിമാർ, അഫ്കോഴ്സ് തീർച്ചയായിട്ടും ചെറുപ്പക്കാരായിട്ടുള്ള സന്യാസിമാരും എല്ലാവരും ഇതിലേക്ക് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അധികാരം എന്ന് പറയുന്നത് എപ്പോഴും ഒരു കർമ്മദോഷമുള്ള
ഒരു മേഖലയാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ഭരണരംഗത്ത് അധികാരത്തിലൊക്കെ ഭരിച്ചിരിക്കുന്ന ചില പിന്നെ ഭരണകർത്താക്കളുടെ കുടുംബത്തിന് തലമുറകളായിട്ട് അപമൃത്യുകളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും ഒക്കെ വന്നിരിക്കുന്നത്, അതായത് ഒരു വലിയ കളക്റ്റീവായിട്ടുള്ള മനുഷ്യ സമൂഹത്തിന്റെ തെറ്റിനെയും ശരിയെയും നിർണ്ണയിക്കുന്ന വ്യക്തിയുടെ തെറ്റുകൾ അത് വലിയ തെറ്റുകളായി മാറുന്നതാണ്. അപ്പം നമ്മുടെ ആശ്രമത്തിൽ പോലും ഓരോ സ്ഥാനത്തിന്റെ അധികാരത്തിൽ ഇരിക്കുന്ന വ്യക്തികളുടെ തെറ്റും ശരിയും അത് ഒരു ദൈവിക മാർഗത്തിൽ സ്പിരിച്വൽ പാത്തിൽ പോകുമ്പോൾ അത് വലിയ തെറ്റും ശരികളുമായി മാറുകയാണ്. അപ്പോൾ അത് അവരെ ബാധിക്കാതിരിക്കണമെങ്കിൽ അത് ഗുരുവിൻ്റെ വാക്കുകളാണ് അവരെ രക്ഷിക്കുന്നത്. അപ്പോൾ ആ ഗുരുവിൻ്റെ സപ്പോർട്ടാണ് അവരെ വീണു പോകാതെ രക്ഷിക്കുന്നത്. അല്ലാതെ ഒന്നുമല്ലാതിരുന്ന നമ്മളെ, ഒന്നും ആരും അറിയാത്ത, പ്രത്യേകിച്ച് അങ്ങനെ കഴിവുകളോ ഒന്നും തെളിയിക്കാത്ത നമ്മളെ സെലക്ട് ചെയ്ത് ഇതിലേക്കെല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ പ്രവർത്തിപ്പിച്ചെടുത്തത് ഗുരുവാണെന്നും അത് നിലനിർത്തുന്നത് ഗുരുവാണെന്നും നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ പിന്നെ അധികാരത്തിൻ്റെ പിറകെ അല്ലെങ്കിൽ അതിൻ്റെ മത്തും അതിൻ്റെ ലഹരിയും നമ്മൾ തിരിച്ചറിയും. കാര്യം ഒരു തെറ്റ് നമ്മളെ വീഴ്ത്തും, ഒരു തെറ്റ് മതി നമ്മളെ വീഴ്ത്താൻ. പക്ഷെ ആ നമ്മൾ വീഴാതെ നിൽക്കുന്ന കാര്യം, തെറ്റ് ശരി നിർണ്ണയിക്കാൻ എത്ര മനുഷ്യർ പണ്ട് കാലത്ത് രാജഗുരുക്കന്മാരാണ് രാജാക്കന്മാരെ അപ്പോയിന്റ് ചെയ്യുന്നത്. കാര്യം രാജഗുരുവിന്, കർമ്മമോചിതനായ രാജഗുരുവിന് മാത്രമേ രാജാവിനെ സംരക്ഷിക്കാൻ കഴിയൂ. അപ്പം അതുപോലെ ഈ അധികാര സ്വഭാവത്തിലുള്ളവരെ സംരക്ഷിക്കാൻ കർമ്മമുക്തനായ ഗുരുവിന് മാത്രമേ കഴിയൂ. ആ ഗുരുവിൻ്റെ വാക്കനുസരിക്കുമ്പോൾ മാത്രമാണ് ആ പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മളെല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോൾ നമുക്കിവിടെ അഹങ്കരിക്കാനായിട്ടൊന്നുമില്ല. അപ്പം ഒരു ആശ്രമ സ്വഭാവത്തിൽ പരിണമിക്കാൻ വരുന്നവർ അധികാര ഭാഗത്തെയും മറ്റു കാര്യങ്ങളെ അല്ല ശ്രദ്ധിക്കേണ്ടത്. അവിടെ നമുക്ക് കർമ്മം ചെയ്യാനും പ്രവർത്തിക്കാനും വികസിക്കാനും പ്രാർത്ഥിക്കാനും എല്ലാമുള്ള മറ്റ് സാഹചര്യങ്ങൾ, ഗുരുമാർഗത്തിൽ വിശ്വസിക്കാൻ, ഗുരുവിനെ സ്നേഹിക്കാൻ, ഗുരുവിനെ അനുസരിക്കാൻ, അതായത് ദൈവത്തിന്റെ കാരുണ്യം എപ്പോഴും ഉണ്ട് എന്ന് സൂര്യനെ പോലെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പക്ഷേ പുണ്യവാനും പാപിക്കും എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു അവസരത്തിൽ നമ്മുടെ മനസ്സ് മറയായിട്ട് നിൽക്കുമ്പോൾ ഗുരു കാരുണ്യമാണ് അത് സഹായിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഗുരുവിന്റെ കാരുണ്യത്തിന്റെ ഒരു നോട്ടം നമുക്ക് കിട്ടാൻ ഏത് രീതിയിൽ വിനയാന്വിതനായി, ഏത് രീതിയിൽ സമർപ്പിതനായി നമ്മൾ ഗുരുക്കന്മാരോടൊപ്പം പ്രവർത്തിക്കണം. അത് കൂടെ നിൽക്കുന്നവർക്ക് പോലും ചിലപ്പോൾ ഗുരു അജ്ഞനായിരിക്കും. സാധാരണക്കാരനായ ഗുരു ഒരു സിദ്ധനോ അത്ഭുത ജ്ഞാനിയോ അങ്ങനെ ഒന്നും കാണിക്കാത്ത സാധാരണ സ്വഭാവത്തിൽ ഇരിക്കുന്ന ഗുരു. അപ്പൊ അങ്ങനെ ഒരു ഗുരുവിനെ ചിലപ്പോൾ കൂടെ നിൽക്കുന്നവർ മനസ്സിലാക്കുന്നവരിൽ, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർ ചിലപ്പോൾ ബിസിനസ് സ്വഭാവത്തിലുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ പല പല ഉദ്ദേശത്തിലുള്ളവരുണ്ടാവും. അപ്പൊ ഇതിൽ എല്ലാവരും ഇതിനെ മനസ്സിലാക്കിയെന്നവരില്ല. അപ്പൊ ഇത് ഈ ഗുരുമാർഗത്തിനെ ആവശ്യമുള്ളവർ അതിൻ്റെതായ രീതിയിൽ വന്ന് അതിൻ്റെതായ രീതിയിൽ ജീവിച്ച് അതിൻ്റെതായ സന്തോഷത്തിലും സംതൃപ്തിയിലും അവരുടെ ജീവനിലേക്ക് ഇത് ഉൾവഹിച്ചു കൊണ്ട് പോകുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ രഹസ്യം. അല്ലാതെ നമ്മൾ മറ്റ് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും എന്താ പറയുന്നത്, ഗുരുവിൻ്റെ കാരുണ്യം നമ്മളെ എത്തിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് അതും കൂടെ നമ്മൾ നേടുക. അപ്പം നമ്മൾ ആദ്യം തുടങ്ങിയ ഈ ദൈവിക, നമുക്ക് ചിന്ത കൊണ്ടും മനസ്സുകൊണ്ടും ഒന്നും അപ്രാപ്യമായ ഈ ദൈവികതയിലേക്ക് ഉണർത്താൻ ഗുരുമാർഗങ്ങൾ എപ്രകാരം സഹായിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സൂത്രങ്ങൾ, അതിൻ്റെ ടെക്നിക്സ്, അതിൻ്റെ കാരുണ്യത്തിലേക്ക് വളരാനുള്ള വഴികൾ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിച്ചത്. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. സദ്ഗുരുവേ ശരണം. സദ്ഗുരുവേ ശരണം.